ഗുഡ് മോർണിംഗ് വ്യൂവേഴ്സ്, ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഗുഡ് മോർണിംഗ് സൂരജ് സാർ. ഹാപ്പി മോർണിംഗ് വിഷ്ണു. ഏതായാലും വിപണിയെ സംബന്ധിച്ച ചൊവ്വാഴ്ചത്തെ ഒരു ഇടിവിന് ശേഷം ഇന്നലെ അവധിയായിരുന്നു. ഇന്നിപ്പോൾ മാർക്കറ്റ് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നിഫ്റ്റി 50 25,615 എന്നൊരു നിലയിലാണ് ട്രേഡിംഗ് തുടരുന്നത്. ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ള ഒരു ട്രേഡിംഗ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്നാൽ ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ 57,684 എന്നൊരു നിലയിൽ 0.25% ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തുടക്ക സമയത്തിൽ ഒരു സെക്ടറൽ പെർഫോമൻസ് ഒക്കെ കാണുമ്പോൾ നമുക്കൊരു മിക്സഡ് പെർഫോമൻസ് ആണ് കാണുന്നത്. ഓട്ടോ സൂചികയിൽ നേട്ടമുണ്ട്. നിഫ്റ്റി IT നേട്ടത്തിലാണ്. FMCG, ഫാർമ, PSU ബാങ്ക്, ഓയിൽ ആൻഡ് ഗ്യാസ് തുടങ്ങിയ സൂചികയിലൊക്കെ നേട്ടം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ മെറ്റൽ, ഫൈനാൻഷ്യൽ സർവീസസ്, പ്രൈവറ്റ് ബാങ്ക് ഇൻഡെക്സ്, കൺസ്യൂമർ ഡ്യൂറബിൾസ്, മീഡിയ ബാങ്ക് ഇൻഡെക്സ് തുടങ്ങിയ സൂചികയിലാണ് നമുക്ക് ഇടിവ് കാണാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് US-ലൊരു മാർക്കറ്റിലോട്ട് പോകുമ്പോൾ എടുത്തു പറയേണ്ടത് ഇന്നലത്തെ ഒരു ക്ലോസിംഗ് എന്ന് പറയുന്ന ആ ഒരു ചൊവ്വാഴ്ചത്തെ ഒരു ഇടിവിന് ശേഷം ഇന്നലെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു US മാർക്കറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. US മാർക്കറ്റിലെ പ്രധാന സൂചികളായ ഡൗ ജോൺസ്, S&P 500, നാസ്ഡാക്ക് ഒക്കെ നോക്കുമ്പോൾ നേട്ടം തന്നെയായിരുന്നു. ഡൗ ജോൺസ് 0.48% നേട്ടം, S&Pയിൽ 0.37% നേട്ടം, നാസ്ഡാക്ക് 0.65% നേട്ടം എന്നിങ്ങനെയാണ് ഇപ്പോൾ ട്രേഡിംഗ് അവസാനിച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രധാനപ്പെട്ട US-ലെ വാർത്തകളിലോട്ട് വരുമ്പോൾ എടുത്തു പറയേണ്ടത് ചൊവ്വാഴ്ച AI നിർമ്മിത ആ ഒരു സ്റ്റോക്കുകളുടെയൊക്കെ ഒരു ഓവർ വാല്യുവേഷൻ്റെയൊക്കെ ഒരു വാർത്തയെ തുടർന്ന് തന്നെ ഒരു ഇടിവ് രേഖപ്പെടുത്തിയെങ്കിലും ഇന്നലെ മികച്ച റിസൾട്ടുകൾ AI ബേസ്ഡ് കമ്പനീസിനെ മാർക്കറ്റിൽ കാഴ്ചവെക്കാൻ സാധിച്ചിരുന്നു. ബിസിനസ് വർദ്ധിക്കുന്നതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മികച്ച റിസൾട്ടിൽ മോറോൺ ടെക്നോളജീസിൻ്റെ ഓഹരി 9% US-ൽ കയറിയത്. NVIDIAയും മൈക്രോസോഫ്റ്റും താഴ്ന്നപ്പോൾ 4% ഉയർന്നതായിട്ടാണ് നമുക്ക് ടെസ്ലയുടെ ഓഹരിയിൽ കാണാൻ സാധിക്കുന്നത്. മാത്രമല്ല മറ്റ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കുമ്പോൾ ഇപ്പോൾ US സുപ്രീം കോർട്ടിൽ തീരുവ സംബന്ധിച്ച കേസിൽ വാദം തുടരുകയാണ്. പല തീരുവകളും നിയമപരമായി നിലനിൽക്കുന്നതാണോ എന്ന രീതിയിലുള്ളൊരു ചോദ്യം കോടതി ഉന്നയിച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റ് കാര്യങ്ങൾ നോക്കുമ്പോൾ ഇതിൻ്റെ സംബന്ധിച്ചൊരു ഫൈനലായിട്ടുള്ളൊരു ഡിസിഷൻ ജനുവരിയിലോ അല്ലെങ്കിൽ ഡിസംബർ അവസാനമോ എത്തുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വകാര്യ മേഖലയിൽ തൊഴിൽ വർദ്ധിക്കുന്നതായി ADP റിപ്പോർട്ട് US-ൽ വന്നിട്ടുണ്ട്. അത് യാഥാർത്ഥ്യത്തിന് നിരക്കുന്ന രീതിയിലല്ല എന്ന രീതിയിലുള്ള ചില അനലിസ്റ്റുകളുടെ ഒരു വ്യൂവും മാർക്കറ്റിൽ വന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സുരേഷ് സാർ, US-നെ സംബന്ധിച്ച് നമുക്ക് ഇത്തരത്തിലുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് നിൽക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരുമ്പോഴും എന്തൊക്കെ കാര്യങ്ങളാണ് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്? വിഷ്ണു, അതിൽ രസകരമായിട്ട് കാര്യം ഇന്നിപ്പോൾ ഞാൻ നിഫ്റ്റി നോക്കുമ്പോൾ ഇന്നത്തെ ടോപ്പ് ഗെയിനർ എന്ന് പറയുന്നത് ഏഷ്യൻ പെയിൻറ്റ്സ് 4.64% ആണ്. അതിൻ്റെ റീസൺ എന്താണെന്നറിയോ? അതായത് ശരിക്കും പറഞ്ഞാൽ ഏഷ്യൻ പെയിൻറ്റ്സിൻ്റെ അടുത്ത കാലത്ത് ഏഷ്യൻ പെയിൻറ്റ്സിന് ഇത്രയും നാളുകൾ എസ്റ്റാബ്ലിഷ് പ്ലെയർ എന്ന് പറയുന്ന കോമ്പറ്റീഷൻ ഏതാണെന്ന് വെച്ചാൽ ബർജർ പെയിൻറ്റ്സ്. ബട്ട് അടുത്ത കാലത്ത് ഏഷ്യൻ പെയിൻറ്റ്സിനും നമ്പർ 2 ആയ ബർജർ പെയിൻറ്റ്സിനും ഏറ്റവും ചലഞ്ചിങ് ആയിട്ട് വന്നത് ഈ ആദിത്യ ബിർള ഗ്രൂപ്പിൻ്റെ ഗ്രാസിമിൻ്റെ കീഴിലുള്ള ബിർള ഓപ്പസ് എന്ന് പറയുന്ന ബ്രാൻഡാണ്. ആ ബിർള ഓപ്പസിൻ്റെ എക്സ്പാൻഷനും അവരുടെ സെയിൽസ് ടാർഗറ്റും ഒക്കെ ആയിരുന്നു. ഒരു പക്ഷേ ഓഫ് കോഴ്സ് ആ ഇൻഡസ്ട്രിയിൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു. ഇൻഡസ്ട്രിയിൽ ചെറുതായിട്ടൊരു ഈ കൺസോൾട്ടേഷൻ നടക്കുന്നത് കാരണം ഏഷ്യൻ പെയിൻറ്റ്സിനും ബർജർ പെയിൻറ്റ്സിനും സെയിൽസിൻ്റെ കാര്യത്തിലും മാർക്കറ്റ് ഷെയറിൻ്റെ കാര്യത്തിലും ഒരു വീക്ക്നെസ് ഉണ്ട് എന്നുള്ള കാര്യം ശരി തന്നെയാണ്. ആ രീതിയിൽ നിൽക്കുന്ന സമയത്താണ് ഇപ്പോൾ ഒരു ന്യൂസ് വന്നേക്കുന്നത്. ബിർള ഓപ്പസിൻ്റെ CEO റിസൈൻ ചെയ്തിട്ട്, അദ്ദേഹത്തിൻ്റെ പേര് രക്ഷിത്ത് എന്നാണ്, രക്ഷിത്ത് റിസൈൻ ചെയ്തിട്ട് ബ്രിട്ടാനിയയിലേക്ക് ജോയിൻ ചെയ്യുന്നു എന്നുള്ളൊരു ന്യൂസ് കാരണം ഏഷ്യൻ പെയിൻറ്റ്സ് ഇന്ന് നിയർലി 5% അപ്പാണ് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതുകൊണ്ട് എന്തുകൊണ്ട് ഏഷ്യൻ പെയിൻറ്റ്സ് കയറി എന്ന് വെച്ചാൽ ഇതാവാം ഒരു റീസൺ എന്നുള്ള. പിന്നെ നമുക്കറിയാത്ത എന്തെങ്കിലും റീസൺ അതിൻ്റെ പുറകിലുണ്ടോ എന്നുള്ളത് നമുക്ക് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഒരു കാര്യം എന്നുള്ളത്. രണ്ടാമത്, ഇന്ത്യയെ സംബന്ധിച്ച് നമുക്ക് ഈ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യൻസിനെ സംബന്ധിച്ച് വളരെ ഒരു സന്തോഷകരമായിട്ടുള്ള വളരെ പ്രൗഡായിട്ടുള്ളൊരു മൊമെൻ്റാണ്. കാര്യം വെച്ചാൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള സൊറാൻ മംദാനി എന്ന് പറയുന്ന വ്യക്തി, ശരിക്കും പറഞ്ഞാൽ ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിലും എനിക്ക് തോന്നുന്നു ഉഗാണ്ടയിലാണ് ജനിച്ചതെന്നാണ് എൻ്റെ വിശ്വാസം. അദ്ദേഹം ന്യൂയോർക്കിൻ്റെ മേയറായിട്ട് സെലക്ട് ചെയ്തിരിക്കുന്നു. അതായത് അദ്ദേഹം ആ ഇലക്ഷൻ ജയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകത. 34 വയസ്സേ ആയിട്ടുള്ളൂ. ഡെമോക്രാറ്റാണ്, അതായത് റിപ്പബ്ലിക്കനായ ട്രംപിൻ്റെ എതിരെയാണ്. അതായത് ഇതിൻ്റെ രസം എന്താ അറിയും വിഷ്ണു? ഈ ട്രംപ് പറഞ്ഞത് ഈ സൊറാൻ മംദാനി ജയിക്കുകയാണെങ്കിൽ ഞാൻ ന്യൂയോർക്കിനെ ഡീഫണ്ട് ചെയ്യും. അതായത് ന്യൂയോർക്കിന് ഇനി ഞാൻ ഫണ്ട് കൊടുക്കൂല, എന്നിട്ട് സൊറാനെ ഞാൻ അറസ്റ്റ് ചെയ്ത് ഡിപ്പോർട്ട് ചെയ്യും എന്നൊക്കെ വലിയ രീതിയിൽ അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്, അതായത് ട്രംപ്. ബട്ട് ഈ സൊറാൻ മംദാനിയുടെ വിജയം ശരിക്കും പറഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ച് വളരെ ഒരു ഷോക്കിംഗ് ആണ് എന്നുള്ള. അതുമാത്രമല്ല, ഇന്നലെ എനിക്ക് തോന്നുന്നു അവരുടെ ഈ വിക്ടറി സ്പീച്ചൊക്കെ ഉണ്ടല്ലോ, ഈ ജയിച്ചു കഴിഞ്ഞാൽ കാൻഡിഡേറ്റിൻ്റെ വിക്ടറി സ്പീച്ചൊക്കെ എനിക്ക് തോന്നുന്നു ഇന്നലെ നമ്മുടെ ഇന്ത്യൻ സോങ് ആയ ധൂം മച്ചാലെ ധൂം എന്ന് പറയുന്ന പാട്ടുള്ള ധൂം 2004 ഇറങ്ങിയ ആ സോങ് ഒക്കെയാണ്. ധൂം എന്ന് പറയുന്ന സിനിമയിലാണത്.
അതൊക്കെ വെച്ചിട്ട് അവിടെ ന്യൂയോർക്ക് ഇന്നലെ തകർത്തു എന്നാണ് നമ്മൾ അറിയുന്നത്. അതുമാത്രമല്ല, അദ്ദേഹം വിക്ടറി സ്പീച്ചിൽ അദ്ദേഹം പറയുകയുണ്ടായി, അതായത് ട്രംപിനോടാണ്, ട്രംപ് ഐ നോ യു ആർ വാച്ചിങ്, നിങ്ങളിത് കാണുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എനിക്ക് 4 വേർഡ്സ് മാത്രമേ താങ്കളോട് പറയാനുള്ളൂ, അതായത് ടേൺ അപ്പ് ദ വോളിയം, അതായത് വോളിയം കൂട്ടിക്കോളൂ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞു തന്നുള്ളത്. എന്നിട്ട് ചേർത്ത് പറഞ്ഞു തന്നെ മംദാനി ചേർത്ത് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, ട്രംപിനെ വലുതാക്കിയ സിറ്റി, അതായത് ദ ന്യൂയോർക്ക്, അത് തന്നെ ഇയാൾക്ക് ഒരു ശിക്ഷ കൊടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞു വെച്ചേക്കുന്നതെന്നുള്ള. ഇപ്പോൾ ട്രംപ് അതിനെ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഈ എലക്ഷൻ ഞങ്ങൾ റിപ്പബ്ലിക്കൻസ് തോക്കാൻ കാര്യം ഡെമോക്രാറ്റ്സ് വാശി പിടിച്ചിട്ടുണ്ടാക്കിയ ഷട്ട് ഡൗൺ ആണ്, അതുമാത്രമല്ല ബാലറ്റ് പേപ്പറിൽ എൻ്റെ പേരല്ലല്ലോ എന്നൊക്കെ പല കാര്യങ്ങളും പറഞ്ഞ് ട്രംപ് അവിടെ നിൽക്കുന്നു എന്നുള്ള കാര്യം. പക്ഷേ ഒരു ഇന്ത്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രൗഡ് മൊമെൻ്റ് ആണെന്നുള്ള, എസ്പെഷ്യലി മിക്ക രാജ്യങ്ങളുമായിട്ട് ഏതാണ്ട് ടാരിഫിൻ്റെ കാര്യത്തിൽ US ഒരു ധാരണയിലെത്തിയ സ്ഥിതിക്ക് ഇന്ത്യയെ മാത്രം പുറത്തു നിർത്തുന്ന സമയത്ത് ഈ ന്യൂയോർക്ക് മേയർ ഇലക്ഷൻ തിരഞ്ഞെടുപ്പ് ഒരു ട്രംപിൻ്റെ റിപ്പബ്ലിക്കൻസിൻ്റെ തോൽവി മാത്രമല്ല, ഇന്ത്യയായിട്ട് ഈ പറയുന്ന പോലെ ട്രേഡ് ടാരിഫിന് ഒരു ഡീലും ആവാത്തതിൻ്റെ ഒരു ഉത്തരം കൂടെ ആവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങാമെന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, നമ്മുടെ ഇവിടെ സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഞാൻ ചേർത്ത് പറയേണ്ട ഒരു കാര്യം, ഇലക്ഷനെ കുറിച്ച് പറഞ്ഞുകൊണ്ട് മാത്രമാണ് ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നത്. ഇന്ന് ബീഹാർ ഈസ് ഗോയിങ് ടു ദ പോൾസ് അല്ലേ. ബീഹാറിൽ ഇന്ന് ഇലക്ഷൻ നടക്കുകയാണ്. ഫസ്റ്റ് ഫേസിലെ 121 സീറ്റിന് വേണ്ടിയിട്ടുള്ള വോട്ടെടുപ്പ് ഇന്ന് തുടങ്ങിക്കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു നവംബർ 11-നാണെന്ന് തോന്നുന്നു 122-ൻ്റെ ഇനി അടുത്ത സെക്കൻഡ് ഫേസ് വരുന്നത്. നവംബർ 14-ഓടുകൂടിയാണെന്ന് തോന്നുന്നുണ്ട് ഈ 243 സീറ്റിൻ്റെ റിസൾട്ട് വരുന്നത്. ഇതിപ്പോൾ ഇന്നത്തെ, അതായത് ഞാൻ ഇത് പ്രേക്ഷകരോട് ഞാനിത് പൊളിറ്റിക്സ് പറയുകയല്ല, കാര്യം ഈ ഇലക്ഷൻ വളരെ ക്രൂഷ്യലാണ്. ഇന്നത്തെ ഫസ്റ്റ് ഫേസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ ബീഹാറിൻ്റെ സീറ്റ് ഇന്ന് വോട്ട് ചെയ്യാൻ. അപ്പോൾ ഇതിനകത്ത് നിന്ന് നമുക്കറിയാലോ, ഇന്ത്യയിൽ ഈ സട്ടാ മാർക്കറ്റും ബെറ്റിംഗ് മാർക്കറ്റും ഒക്കെ ഉണ്ട്. ഈ സട്ടാ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ഇലക്ഷൻ എത്ര സീറ്റ് കിട്ടുന്നൊക്കെ ഭയങ്കരമായിട്ട് മഹാരാഷ്ട്രയിലും ഗുജറാത്തിലും മധ്യപ്രദേശിലും അല്ലെങ്കിൽ രാജസ്ഥാനിലും കർണാടകയിലും ഒക്കെ ഇത് വളരെ ഫേമസ് ആണ്. കോടികൾ മറിയുന്ന മാർക്കറ്റാണ് സാർ, കോടികൾ മറിയുന്ന മാർക്കറ്റാണ്. അത് മാത്രമല്ല, ഞാനിത് വാച്ച് ചെയ്യുമ്പോൾ ഇവരുടെ പല ഇലക്ഷൻ ബെറ്റുകളും ഓൾമോസ്റ്റ് 90% കറക്റ്റാണ്. അതായത് ഒരു എക്സിറ്റ് പോൾ, ഒപ്പീനിയൻ പോളിനേക്കാളും കറക്റ്റായിട്ടാണ് വരുന്നതെന്നുള്ള. അപ്പോൾ ഈ ഒരു ട്രെൻഡ്, അവർക്ക് പല സോഴ്സുകളുണ്ട്, ഇതൊരു എസ്റ്റിമേറ്റ് ആയിരിക്കാം, എന്താണ് അവരുടെ മെത്തോഡോളജി എന്ന് എനിക്കറിയില്ല. സട്ടാ മാർക്കറ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇന്ന് വൈകുന്നേരത്തോടു കൂടി ഒരു 6-7 മണിയോടുകൂടി തന്നെ ഈ സട്ടാ മാർക്കറ്റിന് ഒരു ഇൻഡിക്കേഷൻ കിട്ടും. ആ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഫേസിലെ മാത്രമാണെങ്കിൽ പോലും പൊതുവെ ഒരു ഓവറോൾ ട്രെൻഡ് എന്താണെന്നുള്ളത് സട്ടാ മാർക്കറ്റിന് കിട്ടുകയാണെങ്കിൽ, സപ്പോസ് ഇഫ് ഇപ്പോൾ ഭരിക്കുന്ന, അതായത് അസംബ്ലി ഭരിക്കുന്ന ആ പാർട്ടി അല്ലെങ്കിൽ ആ കോവലേഷന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് ആ വിധി വരുന്നതെങ്കിൽ അതൊന്ന് ജസ്റ്റ് നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഇൻവെസ്റ്റേഴ്സ് മാർക്കറ്റിൽ. കാര്യം അതിൻ്റെ റിപ്പർക്കഷൻസ് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിക്കാനുള്ള സാധ്യതകൾ വളരെ ഹൈ ആണ്. ഓൺലി ഇഫ് ഭരണപക്ഷം അതിന് ഒരു ക്ഷീണം വരികയാണെങ്കിൽ മാത്രം. കാരണം എന്ന് വെച്ചാൽ ഇപ്പോഴത്തെ സെൻട്രൽ ഗവൺമെൻറ്റിന് മെയിൻ പാർട്ടിക്ക് ഫുൾ മെജോറിറ്റി ഇല്ല. അവിടെ നിന്ന് അവർ സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ആന്ധ്രാപ്രദേശിലെ ഒരു പാർട്ടിയും ബീഹാറിലെ ഒരു റീജിയണൽ പാർട്ടിയും കൂടെ ചേർന്നാണ് ഭൂരിപക്ഷം തികഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അതേ ബീഹാറിലെ ആ റീജിയണൽ പാർട്ടി, സെൻട്രൽ ഗവൺമെൻറ്റിന് സപ്പോർട്ട് കൊടുത്തിരിക്കുന്ന പാർട്ടി തന്നെയാണ് ബീഹാറിൽ ഇപ്പോൾ ഭരണത്തിൽ ഇരിക്കുന്നത്. അതും സെൻട്രൽ ഗവൺമെൻറ്റിലെ മേജർ പാർട്ടിയും കൂടെ ചേർന്നുള്ള ഒരു കോയലേഷനാണ്. അവിടെ എന്തെങ്കിലും ക്രാക്കുകൾ സംഭവിക്കുമോ, അല്ലെങ്കിൽ ഈ അസംബ്ലി റിസൾട്ട് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ആ ഒരു ഫങ്ഷനിങ്ങിനെ അഫക്റ്റ് ചെയ്യുമോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സട്ടിലായിട്ട് സൈഡിൽ കൂടെ നടക്കുന്ന ഒരു കാര്യമാണെന്നുള്ളൂ. അത് എങ്ങനെയെന്നുള്ളത് നാളെയൊക്കെ ആകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ തിങ്കളാഴ്ചയൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ ഒരു ക്ലാരിറ്റി കിട്ടും എന്നുള്ളതാണ്. നെഗറ്റീവ് ആവുകയാണ്, ഭരണപക്ഷത്തിന് നെഗറ്റീവാണ് മിക്കവാറും. അതായത് ഇന്ത്യൻ സെൻട്രൽ ഗവൺമെൻറ് തന്നെ വീഴുമോ എന്നുള്ളൊരു സംസാരവും ചർച്ചയിലേക്കും എത്താം. വീണമെന്ന് യാതൊരു നിർബന്ധമില്ല, അങ്ങനെ ഒരു ചർച്ചയിലെത്താം. ചിലപ്പോൾ അതൊരു ചെറിയൊരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നില്ല. പിന്നെ നമ്മൾ ഇന്നലെ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ S&P 500 നോക്കുകയാണെങ്കിൽ 0.37% അപ്പായിരുന്നു, നാസ്ഡാക്ക് 0.65% അപ്പായിരുന്നു, ഡൗ ജോൺസ് 0.48% അപ്പായിരുന്നു. എനിക്ക് തോന്നുന്നു AMD ഇന്നലെ നല്ല റിസൾട്ട്സിൻ്റെ മുകളിൽ 2.3% അപ്പായിരുന്നു. ടെസ്ല ഇന്നലെ 4% അപ്പായിരുന്നു. അപ്പോൾ ഇത്രയും നല്ല ന്യൂസുകൾ, അതായത് മാർക്കറ്റ് നല്ല രീതിയിൽ പോസിറ്റീവായിട്ട് ക്ലോസ് ചെയ്തെങ്കിൽ പോലും മിനിങ്ങാണ്, അതായത് ഡേ ബിഫോർ നല്ല ഒരു സെൽ ഓഫ് US മാർക്കറ്റിലുണ്ട്. അപ്പോൾ നമ്മൾ ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ ഇന്ന് രാവിലെ കിട്ടിയ പോസിറ്റീവായിട്ടുള്ള ഒരു ഹാൻഡ് ഓവർ മാത്രം എടുത്ത് ഇന്ത്യൻ മാർക്കറ്റിനെ കാണരുത്. നമ്മൾ 2 ദിവസത്തെ സെഷനെ
കമ്പൈൻഡ് ആയിട്ട് വേണം നമ്മളിത് കണ്ട് മുന്നോട്ട് പോകാൻ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ലാസ്റ്റ് 2 സെഷൻസിൻ്റെ നമ്മളൊരു കണക്ക് നോക്കുകയാണെങ്കിൽ S&P 500 ഇന്ത്യയെ സംബന്ധിച്ച്, ഒരു ഇന്ത്യൻ ഇൻവെസ്റ്ററെ സംബന്ധിച്ച് ഒരു ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ S&P 500 -0.8% ഡൗൺ ആയിരുന്നു. നാസ്ഡാക്ക് -1.4% ഡൗൺ ആയിരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഡേ ബിഫോർ യെസ്റ്റർഡേ US സോൾഡ് ഓഫ് ഹെവിലി. ഇന്നലെ ഏഷ്യൻ മാർക്കറ്റിൽ അത് റിഫ്ലക്ട് ചെയ്ത് ഏഷ്യൻ മാർക്കറ്റ് സോൾഡ് ഓഫ് ഹെവിലി. ബട്ട് നമുക്ക് ഇന്നലെ ഹോളിഡേ ആയിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇന്ന് രാവിലെ, അതായത് നമുക്ക് ഇന്ന് ഇപ്പോൾ തുടങ്ങുന്ന സമയത്ത് US മാർക്കറ്റ് ക്ലോസ് ചെയ്തു, പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തത്. പക്ഷേ അതല്ല കറക്റ്റായിട്ട് നമ്മൾ എടുക്കേണ്ട ഹാൻഡ് ഓവർ ഡീറ്റെയിൽസ്. 2 ദിവസം അതിൻ്റെ ഒരു അഗ്രിഗേറ്റ് വേണം നമ്മൾ നോക്കാൻ എന്നുള്ളതാണ്. പിന്നെ നമുക്കൊന്ന് നോക്കേണ്ട കാര്യം വെച്ചാൽ ബോണ്ട് yields ആണ്. ബോണ്ട് yields ഞാൻ നോക്കുമ്പോൾ ശരിക്കും 7 ബേസിസ് പോയിൻറ്റ്സ് അപ്പായിട്ട് US 10-year ട്രഷറി ബോണ്ട്സ് 4.14% ആയിരിക്കുന്നു. അതായത് ബോണ്ട് yield ചെറുതായിട്ടൊന്ന് ഇൻക്രീസ് ചെയ്യുന്നു. ഇവിടെ വെച്ചിട്ട് കൺസോൾട്ടേറ്റ് ചെയ്യണ കുഴപ്പമില്ല, ഇനി കയറി പോവുമോ എന്നുള്ളതാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ റീസൺ എന്താണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കണം. പിന്നെ CBOE വോളറ്റിലിറ്റി ഇൻഡെക്സ് അത് റീട്രേസ്ഡ് 5.2% റീട്രേസ് ചെയ്ത് 18.01 ആയി എന്നുള്ളത് വേറൊരു ഡീറ്റെയിലും കൂടെ നമുക്കൊന്നൊരു ഹാൻഡ് ഓവർ ഡീറ്റെയിലും കൂടെ നമുക്ക് നോക്കി വെക്കേണ്ടതായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ ക്രൂഡിലേക്ക് നോക്കുമ്പോൾ, ഓയിൽ എനിക്ക് തോന്നുന്നു സപ്ലൈ ഫിയേഴ്സ് എന്ന് പറയുമ്പോൾ മോർ സപ്ലൈ ഇൻ ടു ദ സിസ്റ്റം, മാർക്കറ്റിലേക്ക് ഒരുപാട് സപ്ലൈ വരുന്ന ആ ഒരു ഫിയറിലാണെന്ന് തോന്നുന്നു. ഓയിൽ പ്രൈസസ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴേക്ക് പോയിട്ട് $64 പെർ ബാരൽ എന്നുള്ള ആ ലെവലിൽ ട്രേഡ് ചെയ്യണമെന്ന് മാത്രം. 2-3 കാരണങ്ങളുണ്ട്. ഒന്നെന്ന് പറയുന്നത് സൗദി അറേബ്യ, ഈ പറയുന്ന ഒന്നെന്ന് പറഞ്ഞാൽ കാനഡ അവരുടെ കുറച്ച് ഈ ഓയിലും ക്രൂഡിലൊക്കെ വെച്ചിരിക്കുന്ന കുറച്ച് റെസ്ട്രിക്ഷൻസൊക്കെ എന്തൊക്കെയോ ഒരു ഇതിലൊക്കെ ഒരു റിഡക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടെന്നുള്ളൊരു ന്യൂസ് വന്ന്. 2, സൗദി അറേബ്യ അവരുടെ ഗ്രേഡ് ഓയിൽ, ഏഷ്യയിലേക്കുള്ള ഗ്രേഡ് ഓയിലിൻ്റെ പ്രൈസസ് ഒന്ന് റെഡ്യൂസ് ചെയ്തതായിട്ടുള്ളൊരു ന്യൂസ് വരുന്നുണ്ട്. ഇതൊക്കെ കാരണം ക്രൂഡ് ഓയിൽ മാർക്കറ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് താഴ്ന്നു നിൽക്കുകയാണ്. പക്ഷേ ഈ സൗദി അറേബ്യ കുറയ്ക്കുക എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് ഗ്രേഡ് ഓയിലിൻ്റെ വില കുറയ്ക്കുക എന്ന് പറയുന്നത് ഇന്ത്യ പോലത്തെ രാജ്യങ്ങൾക്ക് ബെനിഫിറ്റായിട്ട് വരും. എസ്പെഷ്യലി ഇന്ത്യ റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് പർച്ചേസ് കുറച്ച് മറ്റുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള പർച്ചേസ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ നിൽക്കുമ്പോൾ സൗദി അറേബ്യയിൽ നിന്നുള്ള ഓയിൽ അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ കുറച്ച് കിട്ടുക എന്ന് പറയുന്നത് സൗദി അറേബ്യ ചിലപ്പോൾ ഒരു ടാക്ടിക് ആയിരിക്കാം. ഇന്ത്യ എന്ന് പറയുന്നത് 2nd ലാർജസ്റ്റ് കൺസ്യൂമറാണ്, ചൈന വേൾഡ്സ് ലാർജസ്റ്റ് കൺസ്യൂമറാണ്. ഇവർ രണ്ടുപേരും അവരുടെ ബൈയിങ് ഡൈവേഴ്സിഫൈ ചെയ്യാൻ പോകണമെന്ന് അറിയുമ്പോൾ ആ മാർക്കറ്റ് പിടിക്കാനാണോ സൗദി അറേബ്യ ഇത് കുറച്ചതെന്നുള്ള അറിയില്ല. ബട്ട് ഈവൻ ദെൻ ഇറ്റ് ഇസ് എ ഗുഡ് ന്യൂസ് ഫോർ ഇന്ത്യ എന്നുള്ള. പിന്നെ US ഷട്ട് ഡൗൺ നമുക്ക് നോക്കുകയാണെങ്കിൽ എൻറ്റേഴ്സ് 36th ഡേ, അതായത് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഷട്ട് ഡൗൺ ആയി മാറി എന്നുള്ളതാണ്. അതായത് ട്രംപിൻ്റെ ഫസ്റ്റ് ടേം 2019 വന്ന ആ 35 ദിവസത്തെ ഷട്ട് ഡൗൺ എന്ന് പറയുന്നത് മാറിയിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ഇപ്പോൾ പറയുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഷട്ട് ഡൗൺ കോസ്റ്റ് 1 വീക്ക് കോസ്റ്റ് എന്ന് പറയുന്നത് $15 ബില്യൺ ആണ് എന്നുള്ള കണക്കാണ് വന്നേക്കണമെന്നുള്ള. അതായത് ഈ ആദ്യത്തെ പ്രാവശ്യത്തെ 2019 ഈ ഷട്ട് ഡൗൺ വരാൻ കാര്യം എന്തെന്നറിയോ? അന്ന് ട്രംപ് പറഞ്ഞത് എനിക്ക് ഈ US-ഉം മെക്സിക്കോവും തമ്മിലുള്ള ബോർഡർ വാള് എനിക്ക് പണിയണം, അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് വേണം എന്നുള്ള രീതിയിലുള്ള ചർച്ചകളിൽ വഴിമുട്ടിയിട്ടാണ് അന്നത്തെ ഷട്ട് ഡൗണിലേക്ക് പോയത്. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് ശരിക്കും പറഞ്ഞാൽ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതായത് റിപ്പബ്ലിക്കൻസ് കുറച്ച് ഹെൽത്ത് കെയറിനുള്ള ഇൻസെൻറ്റീവ്സ് വെട്ടിക്കുറച്ചതിന് എതിരായിട്ട് റിപ്പബ്ലിക്കൻസ് അതിനെ ഒപ്പോസ് ചെയ്ത് നിൽക്കുകയാണ്. പല സെനറ്റിലും എനിക്ക് തോന്നുന്നു റിപ്പബ്ലിക്കൻസിന് കുറച്ച് എന്താ പറയുക, സെനറ്റേഴ്സിൻ്റെ എങ്ങാണ്ട് ഒരു കുറവുണ്ട്. അതായത് അത്രയ്ക്കൊരു മെജോറിറ്റി ഇല്ല, അതുകൊണ്ട് അത് പാസ്സാക്കി എടുക്കാൻ പറ്റണില്ല. ബട്ട് പല പ്രാവശ്യമായിട്ട് ഡെമോക്രാറ്റ്സ് റിപ്പബ്ലിക്കൻസിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ട്രംപിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നമുക്ക് ചർച്ചയാവാമെന്ന് വെച്ചാൽ ഞാൻ ഇവരുടെ ഈ ഉരുക്കുമുഷ്ടിയിൽ ഞാൻ വഴങ്ങില്ല എന്നുള്ളൊരു വാശിയിൽ തന്നെയാണ് ട്രംപ് നിൽക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യം. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വിഷ്ണു പറഞ്ഞ കാര്യം തന്നെയാണ്. അതായത് ഇന്നലെ മുതൽ ആ ട്രയൽ സുപ്രീം കോടതിയിൽ തുടങ്ങി. അതായത് ട്രംപിൻ്റെ ഈ എന്താ പറയുക, ഈ ടാരിഫ് ലീഗലാണോ അല്ലേ എന്നുള്ളത്. ഞാൻ ഇന്നലെയൊക്കെ രാത്രി ഒന്നും വെളുപ്പിനുമൊക്കെ എണീറ്റ് ഈ ഒരു ന്യൂസ് ഉള്ളതുകൊണ്ട് ഞാൻ ബ്ലൂംബർഗും CNBC ഇൻ്റർനാഷണലും ഒക്കെ ഒന്ന് വാച്ച് ചെയ്തിരുന്നു. അതായത് ഇതിൻ്റെ കോർട്ടിൻ്റെ ഒരു അപ്ഡേറ്റ്സ് ഒന്ന് ഫോളോ ചെയ്യാനായിട്ട്. അതായത് ഇതിനകത്ത് പറയുന്നത് പ്രസിഡൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റി ഉണ്ടോ ടാരിഫ് ഇമ്പോസ് ചെയ്യാനായിട്ട്. അപ്രൂവൽ, അതായത് കോൺഗ്രസിൻ്റെ അപ്രൂവൽ ഇല്ലാതെ കോൺസ്റ്റിറ്റ്യൂഷണലി പ്രസിഡൻറ്റ് ട്രംപിന് ഇത് പറ്റുമോ എന്നുള്ളതാണ് ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡിബേറ്റ് എന്താണെന്നറിയോ? ഇതിൻ്റെ ഡിബേറ്റ് വരുന്നതെന്ന് വെച്ചാൽ എന്താണ് ഇതിൻ്റെ തർക്ക വിഷയം എന്ന് വെച്ചാൽ ഈ സെപ്പറേഷൻ ഓഫ് പവർ, ആ ഒരു കാറ്റഗറിയിലാണ് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റും ഇതിൻ്റെ വാദങ്ങളും ഒക്കെ നടക്കാൻ പോകുന്നത്. അതായത് സെപ്പറേഷൻ ഓഫ് പവർ, അതായത് ഈ ടാരിഫ് ആരുടെ കീഴിലാണ് വരുന്നതെന്നുള്ള. അപ്പോൾ ടാരിഫ് 2 രീതിയിലാണ് ഇതിനെ കാണുന്നത്. അതായത് ഒന്ന്, ഈ
പവർ ഓഫ് ടാക്സ്, അതായത് ഈ ടാക്സ് ഇനങ്ങളുടെ പവർ കംപ്ലീറ്റ് കോൺഗ്രസിനാണ്. എന്നാൽ പവർ ടു റെഗുലേറ്റ് ഫോറിൻ കോമേഴ്സ്, അതായത് ട്രേഡും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ വരുന്നത് US പ്രസിഡൻറ്റിൻ്റെ കീഴിലാണ്, ട്രംപ്. അപ്പോൾ അതായത് ടാക്സ് പിന്നെ ട്രേഡ്, ഈ രണ്ടെണ്ണത്തിൽ ഏതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ജോലി, ഏതൊക്കെയാണ് പ്രസിഡൻ്റ് ജോലി, ആർക്ക് എവിടെ ഇൻഫ്ലുവൻസ് ചെയ്യാം എന്നുള്ള ഒരു ഡിബേറ്റാണ് ശരിക്കും പറഞ്ഞാൽ ഇവിടെ വാദങ്ങൾ നടക്കുന്നതും അതിനെ ബേസ് ചെയ്താണ് വെർഡിക്റ്റ് വരുന്നത്. ഇപ്പോൾ ഈ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ, അതായത് ജോൺ സാവർ എന്ന് പറഞ്ഞിട്ട്, അതായത് സോളിസിറ്റർ ജനറൽ, അതായത് ഗവൺമെൻറ്റിന് വേണ്ടി വാദിക്കുന്ന വക്കീൽ എന്ന് വേണമെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് പറയാം. സോ അദ്ദേഹം പറയുന്നത് കേട്ടാൽ ഇതെന്ന് പറയുന്നത് പവർ ടു ടാക്സ് അല്ല, ടാരിഫ് എന്ന് പറയുന്നത് ടാക്സേ അല്ല. ടാരിഫ് എന്ന് പറയുന്നത് ഫോറിൻ കോമേഴ്സ്, അതായത് കോമേഴ്സും ട്രേഡും പ്രസിഡൻറ്റിൻ്റെ കീഴിലാണല്ലോ. ഇത് ഫോറിൻ കോമേഴ്സ്, മറ്റുള്ള രാജ്യങ്ങളായിട്ടുള്ള ട്രേഡ് അല്ലെങ്കിൽ കോമേഴ്സിനെ സംബന്ധിക്കുന്നതായതുകൊണ്ട് ഇത് പ്രസിഡൻറ്റിൻ്റെ ഡിസ്ക്രിപ്ഷനും പെറോഗേറ്റീവുമാണ് എന്നുള്ള രീതിയിലാണ് സോളിസിറ്റർ ജനറൽ വായിക്കുന്നത് എന്നുള്ളതാണ്. അതായത് പ്രസിഡൻറ്റ് ടാരിഫ് ഇമ്പോസ് ചെയ്തത് ഒന്നില്ലെങ്കിൽ മറ്റൊരു രാജ്യത്തെ പ്രഷറൈസ് ചെയ്യാൻ, അല്ലെങ്കിൽ നമ്മുടെ US ഇൻഡസ്ട്രിയെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ. ഇത് രണ്ടും കോമേഴ്സിൻ്റെയും ട്രേഡിൻ്റെയും കീഴിലാണ് വരുന്നത്. ടാക്സ് ആയിട്ട് ഇത് ബന്ധമില്ല. അതുകൊണ്ട് കോൺഗ്രസ്സിന് ഇതിനകത്ത് യാതൊരു റോളും ഇല്ല എന്നാണ് സോളിസിറ്റർ ജനറൽ വായിച്ചു വയ്ക്കുന്നത്. അതായത് ഇതൊരു റവന്യൂവിന് വേണ്ടി ക്രിയേറ്റ് ചെയ്തതല്ല, ഒരു ഫോറിൻ പോളിസിയുടെ ഭാഗമായിട്ടാണ് എന്നുള്ള രീതിയിലാണ് പറയുന്നത്. എന്നിട്ട് പറയുക, ഈ മണി, ടാരിഫ് കാരണം കളക്ട് ചെയ്യുന്ന മണി ഉണ്ടല്ലോ, അത് വെറും ഇൻസിഡൻ്റലാണ്. ഇൻസിഡൻ്റൽ എന്ന് പറഞ്ഞാൽ വാക്ക് ഉപയോഗിക്കാൻ കഴിച്ചാൽ ഒരു സൈഡ് എഫക്റ്റ് മാത്രമാണ്. ഞങ്ങൾ പൈസയ്ക്ക് വേണ്ടിയിട്ടല്ല ടാരിഫ് കൊണ്ടുവന്നത്, പൈസ കിട്ടുക എന്ന് പറയുന്നത് അതിൻ്റെ സൈഡ് എഫക്റ്റാണ്, അത് മെയിൻ മെഷർ അല്ല എന്നും കൂടി സോളിസിറ്റർ ജനറൽ പറഞ്ഞു വയ്ക്കുന്നു. അതായത് ഞങ്ങളുടെ ഗോൾ എന്ന് പറയുന്നത് പൈസ റേസ് ചെയ്യലല്ല, ട്രേഡ് റിലേഷൻഷിപ്പ് റെഗുലേറ്റ് ചെയ്യണതാണ്. അത് ഫോറിൻ പോളിസിയുടെ കീഴിലും ട്രേഡിൻ്റെയും കീഴിൽ വരുന്നതാണ്. അത് പ്രസിഡൻറ്റിൻ്റെ ജൂറിസ്ഡിക്ഷനാണ്, കോൺഗ്രസിൻ്റെ അല്ലാതെ. ബട്ട് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഇതിനകത്ത് ജസ്റ്റിസ്, അതായത് ഒരു ജഡ്ജ് എന്ന് വേണമെങ്കിൽ പറയാം, സോണിയ സോട്ടോമേയർ. സോണിയ സോട്ടോമേയർ എന്ന് പറയുമ്പോൾ ഒരിക്കലും സോണിയ പേര് കണ്ടിട്ട് ഒരു ഇന്ത്യൻ ഒറിജിൻ ആണോ എന്ന് പേടിക്കേണ്ട. ഇത് കോസ്റ്ററീക്കനാണ്. കോസ്റ്ററീക്കൻ US ബോൺ കോസ്റ്ററീക്കൻ എത്നിസിറ്റി ഉള്ള ഒരു ലേഡിയാണ് ഈ സോണിയ സോട്ടോമേയർ എന്ന് പറഞ്ഞാൽ. അത് അവർ പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അവർ ചോദിക്കുന്നു, ഇത് ടാക്സ് അല്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? ഇത് പ്യുവർ ടാക്സ് തന്നെ, ഇത് ടാക്സ് തന്നെയാണ് എന്നുള്ളതാണ് ജഡ്ജ് അവിടെ പറഞ്ഞത് എന്നുള്ളതാണ്. അതായത് ഈ ടാരിഫ് ആരാ പേ ചെയ്യുന്നത്? ജഡ്ജ് ചോദിച്ചു, ഇത് ആരാണ് പേ ചെയ്യുന്നത്? അമേരിക്കയിൽ ഇമ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളാണ്. അതിൻ്റെ കോൺസിക്വൻസസ് അനുഭവിക്കുന്നത് US സിറ്റിസൻസാണ്. അപ്പോൾ US സിറ്റിസൻസ് പേ ചെയ്തിട്ട് എക്സ്ട്രാ കാശ് അമേരിക്കൻ ഇമ്പോർട്ടേഴ്സ് അല്ലെങ്കിൽ കമ്പനീസ് കൊടുക്കുകയാണെങ്കിൽ ആ ടാരിഫിനെ ടാക്സ് എന്നല്ലാതെ എന്ത് വിളിക്കും? പുറത്തുനിന്നുള്ള രാജ്യത്തിനെ നിങ്ങൾ റെഗുലേറ്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോഴും അവരുടെ മേലിൽ നിങ്ങളൊന്നും വയ്ക്കുന്നില്ലല്ലോ. ഇവിടെയാണല്ലോ, ഇവിടെ വന്നതിന് ശേഷമാണ് വന്നത്. അപ്പോൾ ഗവൺമെൻറ് കളക്ട്സ് മണി ഫ്രം ടാരിഫ് എക്സാക്ട്ലി ലൈക്ക് ടാക്സ്. അതായത് കോളിംഗ് ഇറ്റ് കോമേഴ്സ് ഈസ് നോട്ട് എക്കണോമിക് റിയാലിറ്റി. കോമേഴ്സ് എന്ന് വിളിക്കുന്നത് ഒരു എക്കണോമിക് റിയാലിറ്റി അല്ല, ഇത് ടാക്സേഷൻ തന്നെയാണ് ജഡ്ജ് പറയുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് കോൺഗ്രസിൻ്റെ പെറോഗേറ്റീവിലും ഡിസ്ക്രിപ്ഷൻ്റെ അടിയിൽ വരണം എന്ന് തെളിച്ചു പറഞ്ഞിട്ടില്ല. ബട്ട് അതിലേക്കാണ് കാര്യങ്ങൾ പോയിന്റ് ഔട്ട് ചെയ്യണത്. ബട്ട് ഒരു കാര്യം അറിയാലോ, വളരെ കൺസർവേറ്റീവ് ആയിട്ടുള്ള ജഡ്ജസാണ് ഇവരൊക്കെ. എനിക്ക് തോന്നുന്നു പ്രസിഡന്റ് തന്നെ അപ്പോയിന്റ് ചെയ്യുന്നതാണ് ഈ ജഡ്ജസൊക്കെ. ബട്ട് സാധാരണ എല്ലാവരും വിചാരിച്ചത് ഇത്രയ്ക്ക് ഒന്ന് ക്രിട്ടിക്കലായിട്ട് പറയില്ല എന്നുള്ളതാണ്. ബട്ട് ചില ഒപ്പീനിയൻസ് ഡിവൈഡ് ആണെങ്കിലും ഈ ജഡ്ജ് സോണിയ സോട്ടോമേയറിൻ്റെ ആ ഒരു വാക്കുകൾ ശരിക്കും പറഞ്ഞാൽ സൂചിപ്പിക്കുന്നത് ഇത് ചിലപ്പോൾ ട്രംപിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഇത് മാറാനുള്ള ചാൻസുകൾ ഉണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ വേറൊരു കാര്യമുണ്ട്, ഇത്രയും സംസാരിച്ചു എന്ന് പറഞ്ഞ് ജഡ്ജ്മെൻറ്റും വേർഡിക്റ്റും അനുകൂലമാവണമെന്നില്ല. ഇന്ത്യയിലെ പോലെ ഇത്രയും സംസാരിച്ചിട്ട് ഈ കൊമേഴ്സിലോട്ട് പോയി കഴിഞ്ഞാൽ ട്രംപിനെ സംബന്ധിച്ചത് വലിയൊരു തിരിച്ചടി തന്നെ ആയിരിക്കുമല്ലേ സാർ? ഏതാ കോമേഴ്സ് അല്ല ടാക്സ് ആണെന്ന് പറയുകയാണെങ്കിൽ, അല്ലേ? ടാക്സ് ആണെന്ന് പറയുകയാണെങ്കിൽ ട്രംപിനെ സംബന്ധിച്ച് വളരെ തിരിച്ചടിയായിരിക്കും. ഇപ്പം അവിടെ ഉണ്ടല്ലോ ഈ പ്രഡിക്ഷൻ മാർക്കറ്റ് ഉണ്ട്. ഈ പ്രഡിക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാനിവിടെ സട്ടാ ബസാർ ഇലക്ഷൻ എന്ന് പറഞ്ഞില്ലേ, ഇലക്ഷനെ പ്രിഡിക്റ്റ് ചെയ്യുന്ന സട്ടാ ബസാർ അല്ലെങ്കിൽ ബെറ്റ് വയ്ക്കുന്ന, അതേപോലെ തന്നെ അവിടെ പ്രഡിക്ഷൻ മാർക്കറ്റ് പറയുന്നത് ട്രംപ് തോക്കാനുള്ള ചാൻസ് ഉണ്ട് എന്നുള്ളതാണ്. ബട്ട് ഇതൊന്നും നമുക്കറിയില്ല. വിഷ്ണു പറഞ്ഞ പോലെ നവംബറിലോ ഡിസംബറിലോ, അതായത് ഇതിനൊരു ടൈം ഫ്രെയിം ഒന്നുമില്ല എപ്പോഴാണ് ഇതിൻ്റെ ജഡ്ജ്മെൻറ്റ് വരേണ്ടത്. ഇത് വേണമെങ്കിൽ അടുത്ത ആഴ്ച വരാം, അടുത്ത മാസം വരാം, 2 മാസം എടുക്കാം, 3 മാസം എടുക്കാം, 2 ആഴ്ച എടുക്കാം, എത്ര വേണമെങ്കിലും എടുക്കാം. ബട്ട് അറിയില്ല. നമുക്ക് ഏതായാലും കാര്യങ്ങൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് അതിനകത്ത് പ്രത്യേകതയായിട്ടുള്ളൊരു കാര്യം തന്നെ. അപ്പോൾ ഇനി ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയൊരു കാര്യം എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ, ഒരു എക്കണോമിക് ടൈംസിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ആർട്ടിക്കിളും, ഈ ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ജനങ്ങൾക്കുള്ള ഒരു മിസ്ലീഡിംഗ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ 2 വശവും തുറന്നു കാണിക്കുന്നുള്ളൂ. എൻ്റെ വാക്കുകളാണിത്. അതായത് നിഫ്റ്റി നെക്സ്റ്റ് 50, അതായത് നിഫ്റ്റി 50 എന്ന് പറയുന്നത് എന്താ?
ടോപ്പ് 50 കമ്പനീസ് ബൈ മാർക്കറ്റ് ക്യാപ്. ലാർജസ്റ്റ് മാർക്കറ്റ് ക്യാപ് കമ്പനി മുകളിൽ, അവിടെ നിന്ന് കുറഞ്ഞ് താഴേക്ക് വരുന്നു. ഇതിനെയാണ് നിഫ്റ്റി 50 കമ്പനികൾ എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മൾ ഇന്ന് നിഫ്റ്റി 50 അപ്പ് ആണോ ഡൗൺ ആണോ അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ചുള്ള മൂവ്മെൻറ്റും ഇൻഡിസസും ആണ് നമ്മൾ പറയുന്നത്. അതായത് നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്ന ഒരു കാറ്റഗറി ഉണ്ട്. ഈ നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് 51ാമത്തെ കമ്പനി മുതൽ 100ാമത്തെ കമ്പനി ബൈ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ. അതാണ് ടെക്നിക്കലി നമ്മൾ അതിനെ പറയുന്നത്. അപ്പോൾ ET റിപ്പോർട്ട് പറയണത് എന്താ വെച്ചാൽ, അതായത് വീണ്ടും ഞാൻ പറയുന്നു, ഇതെൻ്റെ പേഴ്സണൽ റെക്കമെൻഡേഷൻ അല്ല, ഇത് ET റിപ്പോർട്ടിനെ ഞാൻ കോട്ട് ചെയ്യുന്നു എന്നുള്ളൂ. എക്കണോമിക് ടൈംസ്, അതായത് നിഫ്റ്റി നെക്സ്റ്റ് 50 സ്റ്റോക്സ് എന്ന് പറഞ്ഞാൽ നിഫ്റ്റി സ്റ്റോക്സിനെക്കാട്ടിലും ഹയർ എക്സ്പെക്റ്റേഷൻ ഉണ്ട് ഈ നിഫ്റ്റി നെക്സ്റ്റ് 50 സ്റ്റോക്സിന്. അതുമാത്രമല്ല, അടുത്ത കാലത്ത് നിഫ്റ്റി നെക്സ്റ്റ് 50 നിഫ്റ്റി 50യെ റിലേറ്റീവായിട്ട് അണ്ടർ പെർഫോമിങ് ചെയ്തു. അപ്പോൾ ഹൈ ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉള്ളതാണ് ഈ നിഫ്റ്റി നെക്സ്റ്റ് 50. എന്നാൽ നിഫ്റ്റിയെ അപേക്ഷിച്ച് ഇത് അടുത്ത കാലത്ത് അണ്ടർ പെർഫോമിങ് ചെയ്യുകയാണെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് ഇതൊരു പോക്കറ്റ് ഓഫ് വാല്യൂ അല്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു അവർ പറയുന്നതെന്ന്. അതായത് ഹയർ ഏർണിംഗ് ഗ്രോത്ത് ഉണ്ട്, റിലേറ്റീവ്ലി റീസണബിൾ വാല്യുവേഷൻ ആണ്. അതുമാത്രമല്ല, ഒരുപാട് ഹൈ ഗ്രോത്ത് സെക്ടർ, അതായത് നിഫ്റ്റി റെപ്രസെൻറ്റ് ചെയ്യാത്ത, നിഫ്റ്റി 50യിലെ കമ്പനികൾ റെപ്രസെൻറ്റ് ചെയ്യാത്ത ഹൈ ഗ്രോത്ത് സെക്ടേഴ്സ് നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ ഉണ്ട്, റീസണബിൾ വാല്യുവേഷനിലാണ്, അടുത്ത കാലത്ത് അണ്ടർ പെർഫോമർ ആണ് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ഒരു ഇൻവെസ്റ്റർ എന്ന രീതിയിൽ അവിടെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ കൂടുതൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ടെന്ന്. അതായത് അതിന് ഈ എക്കണോമിക് ടൈംസ് പറയുന്ന ഒരു കാര്യം വെച്ചാൽ വെറും 0.44% റിട്ടേൺ ആണ് ലാസ്റ്റ് 1 ഇയർ നിഫ്റ്റി നെക്സ്റ്റ് 50 തന്നത്. 0.44 എഗെയിൻസ്റ്റ് നിഫ്റ്റി വിച്ച് പെർഫോംഡ് +7.4. അപ്പോൾ നിഫ്റ്റി 50 7.4% പെർഫോം ചെയ്തപ്പോൾ അടുത്ത 50 കമ്പനി നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് വെറും 0.44 മാത്രമേ ഉള്ളൂ എന്നുള്ള. ഇവിടെയാണ് ഞാൻ ഇനി വരാൻ പോണ വാക്കാണ് ശ്രദ്ധിക്കേണ്ടത്. അവരതിനകത്ത് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ ലോങ് ടേം ആവറേജ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50, അതായത് ടോപ്പ് 50 കമ്പനീസ് റിട്ടേൺ ചെയ്തിരിക്കുന്നത് 13 തൊട്ട് 18% വരെ റിട്ടേൺ ആണ്. 13 തൊട്ട് 18% വരെ. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്നത് 51 മുതൽ 100 കമ്പനി 18.4 to 21.2 പെർഫോമൻസ് ഹിസ്റ്റോറിക്കലി നമുക്ക് തന്നു. ലോങ് ടൈം നോക്കുമ്പോൾ ഇതാണ് ആ റിപ്പോർട്ടിന്റെ ഏറ്റവും ക്രക്സ് ആയിട്ടുള്ള പോയിന്റ്. അതുകൊണ്ട് കമ്പാരിറ്റീവ്ലി റീസണബിൾ അല്ലേ? കാര്യം ലോങ്കർ ടേമിൽ ഔട്ട് പെർഫോം ചെയ്യാൻ പോണത് നിഫ്റ്റി നെക്സ്റ്റ് 50 ആണ്. എന്നാൽ ഇപ്പോൾ അത് താഴ്ന്നാണ് കിടക്കുന്നത്, അതിൻ്റെ റിട്ടേൺ വന്നിട്ടില്ല. അപ്പോൾ അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ല എന്നുള്ളത് വളരെ ലോജിക്കലായിട്ടുള്ള ഒരു ചോദ്യം തന്നെയാണെന്നുള്ളത്. അതായത് അവർ പറയുന്നത് വെച്ചാൽ നിഫ്റ്റി 50യുടെ കറണ്ട് പി എന്ന് പറഞ്ഞാൽ 22.3 to 22.6 ആണ്. ഓക്കെ, 5 ഇയർ ആവറേജ് എന്ന് പറഞ്ഞാൽ 24.13 ആണ്. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ ഇതാണ് ശ്രദ്ധിക്കേണ്ടത്, കറണ്ട് പി എന്ന് പറയുന്നത് 20.6 മാത്രമാണ്. അതായത് 22 എന്ന് പറയുന്നത് നിഫ്റ്റിയുടെ പി യെക്കാളും കുറവാണ് 20 എന്ന് പറയുന്നത്. അതുമാത്രമല്ല, നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ 5 ഇയർ ആവറേജ് എന്ന് പറയുന്നത് 26 ആണ്. ആ 26 വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ 20 അണ്ടർ വാല്യൂഡ് അല്ലേ എന്നുള്ളതാണ് ചോദ്യം. ടെക്നിക്കലി അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള കാര്യം. അതായത് അവർ പറയുന്ന ഒരു കാര്യമുണ്ട്, നിഫ്റ്റി നെക്സ്റ്റ് 50യുടെ അഡ്വാൻറ്റേജസ് അവർ പറയുന്നുണ്ട്. അതായത് 19 യുണീക്ക് ഇൻഡസ്ട്രിയിൽ എക്സ്പോഷർ ഉണ്ട്. നിഫ്റ്റി 50ക്ക് എക്സ്പോഷർ ഇല്ലാത്ത 19 യുണീക്ക് ഇൻഡസ്ട്രിയിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല, ടോപ്പ് 5 സ്റ്റോക്സ് എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ നിഫ്റ്റി 50യിലാണെങ്കിൽ ടോപ്പ് 5 സ്റ്റോക്സ് 40% വെയിറ്റ് കോൺസെൻട്രേഷൻ. എന്നാൽ നെക്സ്റ്റ് നിഫ്റ്റി 50 എന്ന് പറയുന്നത് ടോപ്പ് 5 സ്റ്റോക്ക് 18% മാത്രമേ കോൺസെൻട്രേഷൻ ഉള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. അത് മാത്രമല്ല, 15 കൊല്ലത്തെ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ നിഫ്റ്റി നെക്സ്റ്റ് 50ന്ന് 44 സ്റ്റോക്കുകൾ നിഫ്റ്റി 50യിലേക്ക് കടന്നിരിക്കുന്നു. അപ്പോൾ ഇവിടുത്തെ ഉള്ള കമ്പനികൾ നാളെ ലാർജ് ക്യാപ്പ് ആവൂലേ? അപ്പോൾ അതൊരു ഗോൾഡ് ഓപ്പർച്യൂണിറ്റി അല്ലേ എന്നാണ് അവർ പറയുന്നത്. അതുമാത്രമല്ല, ഒരു പറയുന്ന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ നിഫ്റ്റി 50 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹെവി ഓൺ ലെൻഡിങ് കമ്പനീസ് ലൈക്ക് HDFC ബാങ്ക് ആൻഡ് ഓയിൽ ആൻഡ് ഗ്യാസ് കമ്പനീസ്, റിലയൻസ്. അതായത് HDFC ബാങ്കിന് 12.78% വെയിറ്റും റിലയൻസിന് 8.53% വെയിറ്റും ആണ് എന്നുള്ളതാണ്. ഇവരൊക്കെയാണ് ടോപ്പ് വെയിറ്റേജ് ഉള്ള കമ്പനി. എന്നാൽ നിഫ്റ്റി നെക്സ്റ്റ് 50 എന്ന് പറയുന്ന കമ്പനിയുടെ ഹയസ്റ്റ് വെയിറ്റേജ് ഉള്ള കമ്പനിക്ക് 3.8% ഉള്ളൂ. അപ്പോൾ വലിയ കോൺസെൻട്രേഷൻ ഇല്ല. അതും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ആണ്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഓപ്പർച്യൂണിറ്റി. ഇതിലെ വെയിറ്റേജുകൾ ഫിനാൻഷ്യൽസിന് നിഫ്റ്റി 50യിൽ 36.3യും നിഫ്റ്റി നെക്സ്റ്റ് 50യിൽ 20.17%. നിഫ്റ്റി 50യിൽ IT-ക്കുള്ള വെയിറ്റേജ് 9.91ഉം IT-ക്ക് 2.26 ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ വളരെ കുറവാണ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് എന്നുള്ള. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇതാണ് എന്നുള്ള. ബട്ട് ഒരു ക്യാവിയറ്റ് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അതായത് സാധാരണ നമ്മളെപ്പോഴും ഈ 22 PE ആണ് നിഫ്റ്റി എന്നൊക്കെ നമ്മളെപ്പോഴും പറയാറുണ്ടല്ലോ. അതായത് നിഫ്റ്റിയുടെ PE 22 ആണെന്നുള്ളത്. ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, എപ്പോഴും പറയുന്നൊരു കാര്യം എന്താ, ഇപ്പം ഏത് റിപ്പോർട്ട് നോക്കിയാലും നമ്മൾ പറയുന്നത് നിഫ്റ്റിയുടെ കറണ്ട് PE എന്ന് പറയുന്നത് 22 PE ആണ്, അല്ലെങ്കിൽ 22.3 PE ആണ്, അല്ലെങ്കിൽ 22.6 PE ആണ്. ഇത് ലോങ് ടേം ആവറേജ് എന്ന് പറയുന്നത് 18 to 19 ആണ്. 18 to 19 എന്ന് പറയുന്നത് 2022-ൻ്റെ തൊട്ടടുത്താണ്. അതുകൊണ്ട് നിഫ്റ്റി അധികം ഓവർ വാല്യൂഡ് ഒന്നും അല്ല. നിഫ്റ്റി ഏതാണ്ട് 26 PE ഒക്കെ ആകുമ്പോഴാണ് നമ്മൾ ഓവർ വാല്യൂഡ് എന്ന് പറയേണ്ടത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങൾ ശരിക്കും പറഞ്ഞാൽ വരുന്നുണ്ട് എന്നുള്ള. സത്യം പറയാലോ, ഒരു കാര്യം നമ്മുടെ പ്രേക്ഷകർ ശ്രദ്ധിക്കണം, ഇത് കറക്റ്റായിട്ടുള്ളൊരു കമ്പാരിസണേ അല്ല. ഈ ഹിസ്റ്റോറിക്കൽ ആവറേജ് പറയുന്നത് കറക്റ്റായിട്ടുള്ള കമ്പാരിസൺ അല്ല. കാര്യം എന്നറിയോ, ഇതിനകത്ത് നമ്മൾ 2 മെഷർ, അത് കിലോഗ്രാമും ഗ്രാമും നോക്കിയിട്ട് നമ്മൾ ഒരു കാര്യം നോക്കിയിട്ട് നമ്മൾ പറയണം നമ്മുടെ വെയിറ്റ് ഭയങ്കരമായിട്ട് കുറഞ്ഞു എന്ന് പറയുമ്പോൾ, അതായത് ഒരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസണേ അല്ല ഇതിനകത്ത്. അതായത് ഈ 12th March 2021 2021 ഏതാണ്ട് 4 കൊല്ലം മുമ്പേ 12th March നിഫ്റ്റിയുടെ PE 40 PE ആയിരുന്നു എന്ന് March 12 നമ്മൾ 22 ഏപ്രിൽ ഒരു മാസം അല്ലെങ്കിൽ ഒരു 10-40 ദിവസം എന്ന് വിചാരിക്കുക, ആ ഒരു മാസം കൊണ്ട് നിഫ്റ്റിയുടെ PE 40 PEയിൽ നിന്ന് ടപ്പനെ കുറഞ്ഞ് 32 PE ആയി. എന്നാൽ ആ 8 PE കുറഞ്ഞു. എന്നാൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇൻഡെക്സ് ഭയങ്കരമായിട്ട് വീണിട്ടില്ല. ഇൻഡെക്സ് ഏതാണ്ട് 14,000-നും 15,000-നും 14,500 15,000 എന്നുള്ള ലെവലിലാണ് അത് നിൽക്കുന്നത്. ബട്ട് PE കുത്തനെ കുറഞ്ഞു. എന്താണ് കാര്യം എന്നറിയോ, അതായത് 21 ഏപ്രിൽ മുതൽ, അതായത് ഏപ്രിലിന് മുമ്പ് വരെ ഈ നിഫ്റ്റിയുടെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ, അതായത് നിഫ്റ്റി 50യുടെ കമ്പനികളുടെ ഏർണിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കമ്പനികളുടെ റിസൾട്ടിലെ സ്റ്റാൻഡ് അലോൺ ഫിഗേഴ്സ് മാത്രമേ എടുത്തിട്ടുള്ളൂ. സ്റ്റാൻഡ് അലോൺ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഒരു കമ്പനിയാണ്, എനിക്കൊരു ഫോറിൻ സബ്സിഡറി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് കുറേ സബ്സിഡറി കമ്പനീസ് ഉണ്ടെങ്കിൽ എനിക്ക് ഫോറിനിൽ വേറൊരു കമ്പനി ഉണ്ട്. ഞാൻ അതൊന്നും എൻ്റെ ഏർണിങ്സിൽ കണക്കൂട്ടിയിട്ടില്ല. ഞാൻ വെറും സ്റ്റാൻഡ് അലോൺ ഫിഗേഴ്സ് മാത്രമായിട്ട് കാണിച്ചു. നിങ്ങളൊരു റിസൾട്ട് വരുമ്പോൾ പേപ്പറിൽ കാണില്ലേ കൺസോളിഡേറ്റഡ് റിസൾട്ട്സ് അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ. അപ്പോൾ സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സിൻ്റെ ഏർണിങ്സ് മാത്രമേ ഒരു PE കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ എന്നുള്ള. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് അപ്പോൾ സ്വാഭാവികമായിട്ടും സ്റ്റാൻഡ് അലോൺ ഫിഗറിനേക്കാളും കൂടുതലായിരിക്കുമല്ലോ സബ്സിഡറീസ് എല്ലാം കൂടെ ആഡ് ചെയ്ത്. അപ്പോൾ കൺസോളിഡേറ്റഡ് ഫിഗേഴ്സ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അപ്പോൾ 21 അല്ലെങ്കിൽ 22 ഏപ്രിൽ മുതൽ കണക്ക് കൂട്ടിയിരിക്കുന്നത്, അതായത് ഇപ്പം നമ്മൾ കാണുന്ന നിഫ്റ്റി PE എന്ന് പറയുന്നത് ഈസ് ടേക്കിംഗ് ഇൻ ടു കൺസിഡറേഷൻ ദ കൺസോളിഡേറ്റഡ് റിസൾട്ട്സ് ആൻഡ് നോട്ട് സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സ്. 21 മുമ്പേ വരെ, അതായത് ഏപ്രിലിന് മുമ്പേ വരെ സ്റ്റാൻഡ് അലോൺ മാത്രമാണ് കൺസിഡർ ചെയ്തത്. അപ്പോൾ പിന്നെ ഇത് രണ്ടും കമ്പയർ ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്നുള്ളതാണ് അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം. അത് എന്താ അറിയോ, ഇപ്പോൾ ഒരു കാര്യം ആലോചിക്കുക, നിഫ്റ്റിയുടെ ഇൻഡെക്സ് 15,000 ആണെന്ന് വരിക, നിഫ്റ്റിയുടെ ഏർണിങ്സ് എല്ലാ കമ്പനികളുടെ ഏർണിങ്സും കൂടെ ചേർന്ന് 375 ആണെന്ന് വരിക. സ്റ്റാൻഡ് അലോൺ ഞാൻ പറയുന്നത് മാർച്ചിലെ കാര്യമാണ്. സ്റ്റാൻഡ് അലോൺ 375 ആണെങ്കിൽ PE എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? PE കണ്ടുപിടിക്കുന്നത് നിഫ്റ്റിയുടെ ലെവൽ 15,000 ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏർണിങ്സ് ഓഫ് ദ നിഫ്റ്റി. ഈ നിഫ്റ്റിയുടെ EPS എത്രയാണ് വരുന്നത്? 375. ഇത് രണ്ടും കൂടെ വരുമ്പോൾ PE എത്ര വരും? 40 PE കാണിക്കും. ഇപ്പം ആ സമയത്ത് ഇൻഡെക്സ് അങ്ങനെ തന്നെ നിൽക്കുന്നു. കൺസോളിഡേറ്റഡ് ഏർണിങ്സ് എടുക്കുന്ന സമയത്ത് ഇൻഡെക്സ് അങ്ങനെ തന്നെ നിൽക്കുന്നു 15,000. ബട്ട് നമ്മൾ നേരത്തെ എടുത്തിരുന്ന സ്റ്റാൻഡ് അലോൺ ഏർണിങ്സ് 375, ഇപ്പം അത് മാറി സബ്സിഡറീസും ഫോറിൻ സബ്സിഡറീസും നമ്മുടെ ജോയിൻറ്റ് വെഞ്ചേഴ്സിൻ്റെ എല്ലാം കൂടെ ആഡ് ചെയ്തപ്പോൾ 375 എന്നുള്ളത് 500 ആയി. അപ്പോൾ 15,000-നെ 500 കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 30 PE ആയിട്ട് കുറയും. അപ്പോൾ 40 PE എന്ന് പറയുന്നത് 30 PE ആയിട്ട് കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഏതൊരു റിപ്പോർട്ടും നിങ്ങൾക്ക് ഇന്നത്തെ PE 22.3 അല്ലെങ്കിൽ 22.6 എന്ന് പറയുന്നത് ലോങ് ടേം ആവറേജ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അതൊരു ആപ്പിൾ ടു ആപ്പിൾ കമ്പാരിസണേ അല്ല. അത് മാത്രമല്ല, നിങ്ങളിപ്പോൾ കേൾക്കുന്ന 22 PE എന്ന് പറയുന്നത് കൺസോളിഡേറ്റഡ് ഏർണിങ്സിൻ്റെ ബേസിസിലാണ്. ഇതൊരിക്കലും 2005, 2018, 2019 ആയിട്ടൊന്നും കമ്പയർ ചെയ്തതിൽ 2021 ഏപ്രിൽ മുതൽ ഇതിൻ്റെ കാൽക്കുലേഷൻ മാറി. നിങ്ങൾ ഇപ്പം നോക്കേണ്ടത് ഒരു കാര്യമുണ്ട്, ഇപ്പോൾ സ്റ്റാൻഡ് അലോൺ ബേസിസിലാണ് ഇന്നത്തെ PE കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 26 or 29 ആയിരിക്കും. അതുകൊണ്ട് ഇന്ത്യൻ മാർക്കറ്റ് ഈ പറയുന്ന പോലെ നമ്മൾ എന്താ പറയുക, കുറേ മിസ്ലീഡിംഗ് ആയിട്ടുള്ള ആർട്ടിക്കിൾ നോക്കുമ്പോൾ ഈ 2021 മുമ്പുള്ള ഒരു കാൽക്കുലേഷൻ ഇപ്പോൾ എടുക്കുമ്പോൾ നിഫ്റ്റിയിൽ മാത്രമാണോ ഇതിങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ വ്യത്യാസം വരും? സാധാരണ നിഫ്റ്റിയുടെ PE ആണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. പൊതുവേ എല്ലാത്തിലും സ്റ്റാൻഡ് അലോൺ ഫിഗേഴ്സ് മാറ്റി കൺസോളിഡേറ്റഡ് ആക്കി എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്നുള്ളത്. ഞാൻ ഇനി വേറൊരു കാര്യം കൂടെ പറയാം വിഷ്ണു. അതായത് നമ്മളിപ്പോൾ ഒരു റിപ്പോർട്ടും കൂടെ വന്നു, അതായത് ഗ്യാപ്പ് ബിറ്റ്വീൻ FIIs, അതായത് ഇന്ത്യൻ മാർക്കറ്റിലെ നമ്മുടെ ടോപ്പ് ആയിട്ടുള്ള അല്ലെങ്കിൽ അഗ്രിഗേറ്റ് ആയിട്ടുള്ള നിഫ്റ്റി കമ്പനി നോക്കുകയാണെങ്കിൽ FIIസിനും ഹോൾഡിംഗ് ഉണ്ട്, DISനും ഹോൾഡിംഗ് ഉണ്ട് അല്ലേ. ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയെന്നറിയോ? ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അത് 25 ഇയേഴ്സിലെ ഏറ്റവും വലിപ്പമേറിയ ഗ്യാപ്പായി.
അതായത് FIIസിനെ ഓവർടേക്ക് ചെയ്ത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് വന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അതായത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ എത്രയെന്ന് അറിയോ, DISന്റെ ഹോൾഡിംഗ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ നിഫ്റ്റി കമ്പനീസിൻ്റെ 18.26%. എന്നാൽ FIIസും FPIസും കൂടെ ചേർന്ന് ഒരു എത്ര 16.7. അതായത് FIIസിൻ്റെ ഓവർടേക്ക് ചെയ്ത്, അതായത് മാർച്ചിൽ ഏതാണ്ട് രണ്ടുപേരും കൂടെ ഒന്നിച്ചു വന്നു. മാർച്ച് കഴിഞ്ഞ് അങ്ങോട്ട് വന്നതും DIS ഒരൊറ്റ കയറ്റമാണ് മുകളിലേക്ക് എന്നുള്ളതാണ്. അതായത് 25 കൊല്ലത്തെ ആദ്യമായിട്ടാണ് ഗ്യാപ്പ് ഇത്രയും. മാർച്ചിന് ശേഷം ഗ്യാപ്പ് കയറി, പിന്നെ അത് വൈഡൻ ചെയ്ത് ഇപ്പോൾ ഏതാണ്ട് 25 ഇയേഴ്സ് ഹൈ ആയിരിക്കുന്നു എന്നുള്ള. അതായത് മ്യൂച്വൽ ഫണ്ടുകളിൽ ഇന്ത്യയിൽ എത്ര അസറ്റ്സ് അണ്ടർ മാനേജ്മെന്റ് എന്നറിയോ? 74 ലക്ഷം കോടിയുണ്ട്. ആ 74 ലക്ഷം കോടിയിൽ 70 ലക്ഷം കോടിയും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട്സാണ്. ബാക്കിയുള്ളതാണ് ഡെപ്റ്റും ബോൺസും ഒക്കെ കൊടുക്കുന്നത്. 70 കോടിയാണ്. അതായത് ഞാനിപ്പോൾ മനസ്സിലാക്കുന്നത് 2024-25 കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ ഏതാണ്ട് 4 lakh crore ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിലേക്ക് വന്നു എന്നാണ് ഈ കൊല്ലം മാത്രം. 4 lakh crore. എന്നാൽ FIIs എത്ര സെല്ല് ചെയ്തെന്നറിയോ ഇന്ത്യൻ മാർക്കറ്റിൽ? കണക്ക് പറയുന്നത് 1 ലക്ഷം മുതൽ 1.5 ലക്ഷം കോടി സെല്ല് ചെയ്തു. FIIs സെല്ല് ചെയ്യും, മ്യൂച്വൽ ഫണ്ടിലേക്ക് കാശ് വരികയും കൂടെ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്തു? FIIസിൻ്റെ FPIസിൻ്റെ സെല്ലിങ്ങും, പിന്നെ അത് മാത്രമല്ല പ്രൊമോട്ടറും സെല്ല് ചെയ്തു. ഈ സെല്ല് ചെയ്തതൊക്കെ ആര് മേടിച്ചു? മ്യൂച്വൽ ഫണ്ട് മേടിച്ചു. അതാണല്ലോ കണക്ക് കാണിക്കുന്നത്. കാര്യം മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിൽ 4 ലക്ഷം കോടിയുണ്ട്. ഇവരെല്ലാം കൂടെ സെല്ല് ചെയ്യുന്നത് എത്ര? FIIസും FPIസും മാത്രം 1.5 ലക്ഷം കോടി സെല്ല് ചെയ്തു എന്നുള്ള. അപ്പോൾ ഇത് അബ്സോർബ് ചെയ്ത് മുന്നോട്ട് പോയി എന്നുള്ളത്. ഇതിനകത്ത് വേറൊരു കാര്യമുണ്ട്. ഈ സെബിയുടെ റെഗുലേഷൻ, അതായത് 1996 മ്യൂച്വൽ ഫണ്ടിൻ്റെ റെഗുലേഷൻ അനുസരിച്ച് സെബി എന്താ പറയുന്നത് അറിയും? നിങ്ങൾക്കൊരു മ്യൂച്വൽ ഫണ്ട് സ്കീം, നിങ്ങൾക്ക് അത് ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ട് സ്കീമായി നിൽക്കണമെങ്കിൽ നിങ്ങളുടെ ടോട്ടൽ അസറ്റ്സിൽ 65% സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവണം. 65%. ബാക്കിയുള്ള, അതായത് നിങ്ങളുടെ ഡെപ്റ്റും ക്യാഷും എല്ലാം കൂടെ ചേർത്ത് 35% മുകളിൽ പോകരുത്. എന്നാൽ മാത്രമേ നിങ്ങളെ ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടായിട്ട് കാറ്റഗറൈസ് ചെയ്യുള്ളൂ. അതിൻ്റെ ഗുണം എന്താ? അങ്ങനെയാണെങ്കിൽ എന്താ അവർ പറയണമെന്നറിയോ? കാരണം സാധാരണ ഈ കമ്പനികളുണ്ടല്ലോ, ഒരു ചെറിയ എമൗണ്ട് 2%, 5% ഒക്കെ ക്യാഷ് മ്യൂച്വൽ ഫണ്ട്സ് വയ്ക്കാറുള്ളൂ. ചില സമയത്ത് 8-10% വയ്ക്കുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ മ്യൂച്വൽ ഫണ്ട് പ്രത്യേകത എന്ന് വെച്ചാൽ മാർക്കറ്റ് താഴെ വീഴുകയാണെങ്കിലും ഇവരിങ്ങനെ മേടിച്ചുകൊണ്ടിരിക്കും. കാര്യം എന്ന് വെച്ചാൽ ആവറേജ് പ്രൈസ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരും. എന്നിട്ട് അവരുടെ NAV ഉയർത്തി നിർത്താൻ വേണ്ടി ഇവർ സാധാരണ ക്യാഷേ വയ്ക്കാറില്ല. ഇവർ ഈ ക്യാഷ് ഇങ്ങനെ ഡിപ്ലോയ് ചെയ്തുകൊണ്ടിരിക്കും. അതുമാത്രമല്ല 65% ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ റെഗുലേറ്ററായ സെബിയും ആംഫിയും അസോസിയേഷൻ ഓഫ് മ്യൂച്വൽ ഫണ്ട്സ് ഓഫ് ഇന്ത്യയും ചോദ്യം ചെയ്യും ഇവരടുത്ത്. അതുമാത്രമല്ല അതിൻ്റെ ഇൻവെസ്റ്റേഴ്സിന് കിട്ടുന്ന ടാക്സ് ബ്രേക്കും പോകും. ആ ടാക്സ് ബെനിഫിറ്റും ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടിനും പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചുരുക്കം പറഞ്ഞത്, മ്യൂച്വൽ ഫണ്ട് എപ്പോൾ നോക്കിയാലും മേടിക്കാനേ വരുള്ളൂ. നിങ്ങളുടെ ക്യാഷ്, നിങ്ങൾ കൊടുക്കുന്ന പൈസ, നാട്ടുകാരുടെ പൈസ, അവരൊരിക്കലും ക്യാഷ് ഇരുന്നിട്ട് മാർക്കറ്റ് താഴെ വന്നിട്ട് മേടിക്കാനൊന്നുമില്ല. അവരിങ്ങനെ മേടിച്ചുകൊണ്ടേയിരിക്കും. ഏത് കണ്ടീഷനായാലും ഇത് മേടിച്ചാൽ പറ്റുന്നുള്ള റൂളാണ്. 65% ഇക്വിറ്റിയിൽ ഉണ്ടാവണം എന്നാണ്. സാധാരണ ഈ 35% അവർക്ക് വെക്കാമെങ്കിലും 35% ആരും വെക്കാറില്ല. 8-10% വെക്കാറുള്ളൂ എന്നതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇവർ എപ്പോഴും മാർക്കറ്റ് വീണാലും മേടിക്കും, കയറിയാലും മേടിക്കും. അതായത് ഇവരധികം ക്യാഷിൽ ഇരിക്കാറില്ല. ഒന്നാമത് റെഗുലേഷൻ, രണ്ടാമത് അത് മാത്രമല്ല ഇവർക്ക് NAV മാനേജ് ചെയ്യണം. താഴോട്ട് വരുമ്പോഴേ 100 രൂപയുടെ സാധനം മേടിച്ചു 90 രൂപയ്ക്ക് മേടിച്ചു 80 രൂപയ്ക്ക് മേടിക്കുമ്പോൾ ആവറേജ് പ്രൈസ് കുറഞ്ഞു വരും. അപ്പോൾ ഇവരുടെ NAV അഫക്റ്റ് ചെയ്യില്ല. NAVയിലാണ് ഇവർ ഫീസ് എടുക്കുന്നത്. ഈ NAV എന്ന് പറഞ്ഞ ഫിഗറിലാണ് ഫീസ് എടുക്കുന്നത്. അപ്പോൾ മ്യൂച്വൽ ഫണ്ടിൻ്റെ പൈസയാണ് ഈ കംപ്ലീറ്റ് വരുന്നത് എന്നുള്ള. അപ്പോൾ ഒരു കാര്യം മാത്രം ഞാൻ ഇൻവെസ്റ്റേഴ്സിന് ശ്രദ്ധിക്കുക, ഏതെങ്കിലും ആർട്ടിക്കിളിൽ ഹിസ്റ്റോറിക്കൽ PE എന്ന് പറയുന്നതെങ്കിൽ അത് കറക്റ്റായിട്ടുള്ള കാര്യമല്ല. രണ്ടാമത് ഈ FIIസിൻ്റെയും ഈ പ്രൊമോട്ടേഴ്സിൻ്റെയും സെല്ലിംഗ് അബ്സോർബ് ചെയ്തത് കംപ്ലീറ്റ് മ്യൂച്വൽ ഫണ്ട്സ് ആണ്. അത് കംപ്ലീറ്റ് നമ്മുടെ പൈസയാണ്. വെറും ടെക്നിക്കൽ ആൻഡ് ലിക്വിഡിറ്റി ഡ്രിവൺ ആണ് ഇന്ത്യൻ മാർക്കറ്റ്. നമുക്ക് മാർക്കറ്റ് നോക്കുമ്പോൾ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഇടിവല്ല, കൃത്യം പറഞ്ഞാൽ ഒരു ഇടിവിലോട്ട് മാർക്കറ്റ് മാറിയിട്ടുണ്ട്. 25,541 എന്നൊരു നിലയിലേക്കാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടർന്നുകൊണ്ടിരിക്കുന്നത്. സാർ, ഇന്നത്തെ ഒരു സ്പോട്ട്ലൈറ്റ് ബിസിനസ്സായിട്ട് പ്രേക്ഷകർക്ക് ഏത് സ്റ്റോക്കാണ് താങ്കൾക്ക് പങ്കുവെക്കാനുള്ളത്? വിഷ്ണു, ആദ്യം തന്നെ ഞാൻ നോക്കുമ്പോൾ ഹിൻഡാൽക്കോ ഏതാണ്ട് 6.5% ഡൗൺ ആണ്. അത് മനസ്സിലാവുന്ന ഒരു കാര്യം വെച്ചാൽ അവർക്കൊരു സബ്സിഡറി ഉണ്ടല്ലോ അമേരിക്കയിൽ, നോവലിസ്. അവിടെ ഒരു അവിടെ ഒരു തീപിടുത്തം ഉണ്ടായിട്ട് ഏതാണ്ട് $650 million ഒരു നാശനഷ്ടം ഉണ്ടാവും എന്നുള്ളൊരു ന്യൂസ് വന്നതുകൊണ്ടായിരിക്കണം ഈ പറഞ്ഞ പോലെ ഹിൻഡാൽക്കോ ഒന്ന് ഡൗൺ ആയെന്നുള്ള. ഇപ്പം നമ്മൾ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ ഈ സാധാരണ ഈ സ്കോട്ട്ലൻഡ് അല്ലെങ്കിൽ വെയിൽസ് പോലെയുള്ള ബ്രിട്ടീഷ് എന്താ പറയുക, ഈ എന്താ പറയുക കൺട്രി യാർഡിലൊക്കെ നമ്മൾ കാസിൽസ് എന്ന് പറഞ്ഞാൽ കോട്ടകൾ നമ്മൾ കണ്ടാണ്. പഴയ ടൈപ്പിൽ കരിങ്കല്ല് പോലെയൊക്കെ കൊണ്ട് കെട്ട് ആ കോട്ടയുടെ ചുറ്റും എപ്പോഴും ഒരു എന്താ പറയുക ഒരു ട്രഞ്ച് കാണും. ആ ട്രഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു നല്ല വീതി കൂടിയിട്ട് നല്ല വെള്ളം നിറച്ച്, അതായത് ഒരു എന്താ പറയുക ഒരു ചുറ്റുമുള്ളൊരു വാട്ടർ ബോഡി. ആ വാട്ടർ ബോഡിയുടെ നടുക്കായിരിക്കും കാസിൽസ് ഇരിക്കുന്നത്.
ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ ഈ കാസൽസിൻ്റെ വാതിൽ ഇങ്ങനെ തുറന്ന് ഈ വെള്ളത്തിൻ്റെ മുകളിൽ കൂടി ഒരു പാലം പോലെ വന്നിട്ടൊക്കെയാണ് മൂവ്മെൻ്റ് ഒക്കെ നടക്കുന്നത്. അപ്പോൾ പണ്ടത്തെ കാലങ്ങളിൽ കാസൽസ് ബിൽഡ് ചെയ്യാൻ നേരത്ത് ഈ ട്രെഞ്ച് അതിന് ഉണ്ടാക്കിയിരിക്കുന്നത് എന്തിനാണെന്നറിയോ? പെട്ടെന്ന് ഒരു എനിമി വന്ന് അറ്റാക്ക് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഇനി അഥവാ എനിമി വരികയാണെങ്കിൽ തന്നെ ഈ നടുക്ക് ഇത്രയും ഒരു കുഴിക്കകത്ത് വെള്ളത്തിൽ കൂടെയൊക്കെ ഇറങ്ങി വരുമ്പോഴത്തേക്കും ആ ഫോർട്ടിനകത്ത്, ആ കാസലിനകത്ത്, ആ കൊട്ടാരത്തിലുള്ളവർക്ക് പ്രിപ്പയർ ചെയ്ത് നിൽക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഈ കാസിൽ കെട്ടിയിരിക്കുന്നത്. അതായത് ഈ കാസിൽസിൻ്റെ ചുറ്റുമുള്ള ട്രെഞ്ച് എന്തിനാണ്? കാസിൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് എന്നുള്ളതാണ് നമ്മൾ സാധാരണ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യം. നമ്മുടെ ലെജൻഡറി ഇൻവെസ്റ്റർ ആയിട്ടുള്ള വാറൻ ബഫേ പറയുന്നത് വെച്ചാൽ ഇതേപോലെയുള്ള ഒരു കാര്യം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ബിസിനസ്സിൻ്റെ ചുറ്റും ഉണ്ടാവണം. അതിനെ അദ്ദേഹം വിളിക്കുന്നത് മോട്ട് എന്നാണ്, MOAT. ഈ MOAT എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാസിൽസിന് ചുറ്റും എങ്ങനെയാണോ വെള്ളം കിടക്കുന്നത് അതേപോലെ ഒരു ബിസിനസ്സിനെ എനിമിയിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ, അതായത് നമ്മുടെ മാർക്കറ്റ് ഷെയർ വേറൊരു കമ്പനി വന്ന് പെട്ടെന്ന് വന്ന് എടുക്കാതിരിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു ബാരിയർ ഓഫ് എൻട്രി അല്ലെങ്കിൽ കോമ്പറ്റീറ്റീവ് സസ്റ്റൈനബിൾ അഡ്വാൻറ്റേജ് നമ്മുടെ ബിസിനസ്സിന് ഉണ്ടാവണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. അത് പല രൂപത്തിൽ വരാം. ഈ അഡ്വാൻറ്റേജ് അല്ലെങ്കിൽ മോട്ട് എന്ന് പറയുന്നത് എന്ത് വരാം? ഇപ്പോൾ ഒരു കാര്യം നോക്കാം. ടെക്നിക്കൽ നോളജ് കൊണ്ട് ഒരു കമ്പനിക്ക് കോമ്പറ്റീഷനിൽ നിന്ന് മാറി നിൽക്കാം. ടെക്നിക്കൽ നോളജ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ASML എന്ന് ഞാൻ പറഞ്ഞു, അൾട്രാ UV ലിത്തോഗ്രാഫി നമ്മൾ പറഞ്ഞല്ലോ, ഒരു പ്രത്യേകിച്ച് സെമി കണ്ടക്ടർ ചിപ്സ് ഒക്കെ മെഷീൻ ഉണ്ടാക്കുന്ന ലോകത്തിലെ ഏക കമ്പനിയാണ് ASML, ഡച്ച് അഥവാ ഹോളണ്ട്, അത് നെതർലാൻഡ് സ്പേസ് കമ്പനി. ആ ടെക്നിക്കൽ നോ ഹൗ ആണ് അവരുടെ ബാരിയർ ഓഫ് എൻട്രി അല്ലെങ്കിൽ അവരുടെ മോട്ട് എന്ന് പറയുന്നത്. വേറൊരാൾക്ക് അത് പെട്ടെന്ന് അത് എത്തിപ്പിടിക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ള ഒന്ന്. രണ്ട്, ചിലത് എക്കണോമിക്സ് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ TSMC എന്ന് പറയുന്നത് ഈ സെമി കണ്ടക്ടർ ചിപ്സ് ഒക്കെ ഉണ്ടാക്കുന്ന അസംബ്ലി ഒക്കെ ചെയ്യുന്ന ഒരു ലാർജസ്റ്റ് ഫൗണ്ടറിയാണ് തായ്വാനിൽ. അവർക്കെന്താ വലിയ ഓപ്പറേറ്റിംഗ് മാർജിനിലൊന്നും അല്ലെങ്കിൽ പോലും അവർ കൂടുതൽ ബിസിനസ് വോളിയം ചെയ്യും തോറും അവർക്ക് എക്സിസ്റ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചറിൽ തന്നെ കൂടുതൽ ബിസിനസ് കിട്ടും. മാർജിൻ കുറവാണെങ്കിലും കൂടുതൽ പ്രോഫിറ്റ് കിട്ടും. നമ്മളിപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റെഡിങ്ടണിൻ്റെ പ്രോഫിറ്റ് മാർജിൻ എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. പക്ഷേ റെഡിങ്ടണിൽ ഓൾ ഇന്ത്യ ലെവലിൽ റെഡിങ്ടൺ എന്താ ചെയ്യുന്നത്? കമ്പ്യൂട്ടർ, മൊബൈൽ ഫോൺസ്, അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗുഡ്സ് ഒക്കെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ഇവിടെയുള്ള റീറ്റെയിലേഴ്സിനും സ്റ്റോഴ്സിനും സെൻട്രലി കൊണ്ടുവന്ന് അവർ എത്തിച്ചു കൊടുക്കുക, എല്ലായിടത്തും ഡിസ്ട്രിബ്യൂഷൻ ചെയ്യുക എന്നുള്ള അവർ ജോലി. ആ ബിസിനസ്സിന് വെറും ചെറിയ 5% താഴെ 2% തൊട്ട് 3% മാർജിനേ ഉള്ളൂ. ആ മാർജിനാണ് അവരുടെ ബാരിയർ ഓഫ് എൻട്രി. കാര്യം വേറൊരു ബിസിനസ്സുകാരൻ വന്നിട്ട് ഇത്രയും ചെറിയ മാർജിനിൽ വർക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഓരോ കമ്പനിക്കും മോട്ടോ ബാരിയർ ഓഫ് എൻട്രിയോ ക്രിയേറ്റ് ചെയ്യുന്ന പല രൂപത്തിലാണെന്നുള്ളൂ. ഇന്നോവേഷൻ, എൻവിഡിയ സെമി കണ്ടക്ടർ ചിപ്സ് ഒക്കെ ഇന്നോവേഷൻ, മോട്ടോ എന്ന് പറയുന്ന ഇന്നോവേഷൻ്റെ ചുറ്റുമാണ് എൻവിഡിയ ബിൽഡ് ചെയ്തേക്കുന്നത്. ബ്രാൻഡ് നോക്കാം, നമ്മൾ ബ്രാൻഡ് കാരണം ഒരു മോട്ടും ബാരിയർ ഓഫ് എൻട്രിയും വരും. ഏതാ? കാഡ്ബറീസ്, മെക്ഡൊണാൾഡ്സ്, ഇതൊക്കെ എന്താ? ആ ബ്രാൻഡ് നമ്മൾ കടയിൽ ചെന്ന് കാഡ്ബറീസ് ഉണ്ടോ എന്നല്ലേ ചോദിക്കുന്നത്. ബിസ്ലറി, ഇതൊക്കെ അങ്ങനെ ഉണ്ടാക്കിയ മോട്ടാണ്. പിന്നെ ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക്, ഇപ്പോൾ HUL അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ യൂണിലിവറിലെ ITC, നമ്മൾ ചന്ദ്രനിൽ നോക്കി താഴെ നോക്കിയാൽ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയും ഇന്ത്യയുടെ ഈസ്റ്റ് തൊട്ട് വെസ്റ്റ് വരെയും ഇത് കംപ്ലീറ്റ് HULൻ്റെ വണ്ടികൾ ഓടുന്നതാണ്. അത്രയ്ക്ക് മാത്രം. നമ്മൾ ഹിമാലയത്തിൻ്റെ മുകളിൽ ചെന്നാലും HULൻ്റെ പ്രോഡക്റ്റ് കാണാം, ITCയുടെ പ്രോഡക്റ്റ് കാണാമെന്നുള്ള. അപ്പോൾ അത്രയ്ക്ക് മാത്രമുള്ള ഡിസ്ട്രിബ്യൂഷൻ നെറ്റ്വർക്ക് പെട്ടെന്ന് വന്നൊരു കമ്പനിക്ക് ഏറ്റെടുക്കാൻ പറ്റില്ല. പിന്നെ പ്രോഡക്റ്റ് കാരണം ഒരു കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് കൊണ്ടുവരാം. അതായത് പിഡിലൈറ്റ്, ഫെവിക്കോളിനെ വെട്ടാനായിട്ട് നമ്മൾ കടയിൽ ചെന്ന് ഫെവിക്കോൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ, ഇപ്പം മോട്ട് അല്ലെങ്കിൽ ബാരിയർ ഓഫ് എൻട്രി എന്ന് പറയുന്നത് വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇൻവെസ്റ്റിംഗിൽ എന്നുള്ള. അപ്പം നമുക്ക് നോക്കാം, ഇപ്പം സാധാരണ ഒരു വ്യക്തി ഒരു മ്യൂച്വൽ ഫണ്ടിൽ 5000 രൂപ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. ഒരു ഡെപ്റ്റ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ടാണെന്ന് വിചാരിക്കുക. ആ ഡെപ്റ്റ് ബേസ്ഡ് മ്യൂച്വൽ ഫണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ 5000 മറ്റുള്ളവരെല്ലാവരുടെ കാശും കൂടെ പൂൾ ചെയ്തിട്ട് എന്തിൽ ഇൻവെസ്റ്റ് ചെയ്യണം? ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട്സ് അല്ലെങ്കിൽ കമേഴ്ഷ്യൽ ബോണ്ട്സിലാണ് അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഏത് തരം കമേഴ്ഷ്യൽ പേപ്പേഴ്സിലോ അല്ലെങ്കിൽ കോർപ്പറേറ്റ് ബോണ്ട്സിലാണോ അവർ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? അതായത് സെബിയും RBIയും പറയുന്നത് മ്യൂച്വൽ ഫണ്ട് ഏത് തരം ബോണ്ട്സിലും ഡെപ്റ്റിലും ഇൻവെസ്റ്റ് ചെയ്യണം? റേറ്റഡ് ആയിട്ടുള്ള, അതായത് ക്രെഡിറ്റ് റേറ്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻറ്റ്സിലാണെങ്കിൽ മാത്രമേ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ള റൂളുണ്ട്. അപ്പോൾ അവിടെ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിക്ക് അവിടെ ഒരു കാശ് കിട്ടുന്നുണ്ടെന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്, നമ്മളൊരു വലിയൊരു പ്ലാന്റ് തുടങ്ങി, മെഷീനറിയൊക്കെ തുടങ്ങി, വലിയൊരു ബിസിനസ് തുടങ്ങിയിട്ട് നമ്മളൊരു ബാങ്കിൽ ലോൺ അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ നമ്മുടെ അടുത്ത് ആ ബാങ്ക് ചോദിക്കും, നിങ്ങൾക്ക് ഈ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയുടെ റിപ്പോർട്ടുണ്ടോ, റേറ്റിംഗ് ഉണ്ടോ, എങ്ങനെയാണ് റേറ്റ് ചെയ്തേക്കുന്നത്? അതായത് ഇപ്പം നമ്മൾ ഒരു ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസിയെ ഡിപ്ലോയ് ചെയ്യണമെങ്കിൽ അവർ നമ്മുടെ കമ്പനിയിലേക്ക് വന്ന് നമ്മുടെ ഓഡിറ്റഡ് അക്കൗണ്ട്സ് നോക്കും, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നോക്കും, ബാലൻസ് ഷീറ്റ് നോക്കും, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് നോക്കും.
ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് നോക്കും, എന്നിട്ട് നമുക്ക് ലിക്വിഡിറ്റി എങ്ങനെയുണ്ട്, വർക്കിംഗ് ക്യാപിറ്റലൊക്കെ നമ്മൾ എങ്ങനെയാണ് സൈക്കിൾസ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ള അവർ നോക്കും. പിന്നെ അവർ നമ്മുടെ ബിസിനസ് മോഡൽ നോക്കും, എങ്ങനെയാണ് കസ്റ്റമേഴ്സ് സ്റ്റേബിൾ ആണോ ബിസിനസ്, വേറെ എന്തെങ്കിലും സൈക്ലിക്കൽ ആക്ടിവിറ്റി നമുക്ക് വർക്ക് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ അവർ പഠിക്കും. അതുകൂടാതെ ഇൻഡസ്ട്രി ഔട്ട്ലുക്ക്, എങ്ങനെയാണ് ഇൻഡസ്ട്രി സ്പാൻ ഔട്ട് ചെയ്യുന്നത്, ഏതെങ്കിലും ഗവൺമെൻറ്റിൻ്റെ ഡിസിഷൻ ഈ ബിസിനസ്സിനെ അല്ലെങ്കിൽ ഈ ലോൺ ഇട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഈ ബിസിനസ്സിനെ അഫക്റ്റ് ചെയ്യുമോ, ഇങ്ങനത്തെ കാര്യങ്ങൾ പഠിക്കും. അത് മാത്രമല്ല മാനേജ്മെൻറ്റ് ട്രാക്ക് റെക്കോർഡ്, എങ്ങനെ ഇവർ പണ്ടൊക്കെ ബിസിനസ് നടത്തിയിട്ട് അവർക്ക് നല്ല ക്ലീൻ ആയിട്ടുള്ള ട്രാക്ക് റെക്കോർഡ് ഉണ്ടോ, ഇതിനു മുമ്പ് ഡിഫോൾട്ട് ചെയ്യുന്നുണ്ടോ, ഇതെല്ലാം കണ്ടുപിടിച്ചിട്ട് ഇവരൊരു റേറ്റിംഗ് റിപ്പോർട്ട് ഉണ്ടാക്കി ബാങ്കിന് കൊടുക്കും. ബാങ്ക് അതിന് മേളിലാണ് നമുക്ക് എത്രയാണ് നമ്മുടെ എലിജിബിലിറ്റി, എത്രയാണ് ലോൺ തരേണ്ടതെന്ന് അവർ തീരുമാനിക്കുക എന്നുള്ള. സാധാരണ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, എന്നിട്ട് അവർ എ, AAA, BBB എന്നൊക്കെ റേറ്റിംഗ് ഏജൻസീസ് അതിനൊരു റേറ്റിംഗ് കൊടുക്കും എന്നുള്ള. ഇപ്പോൾ നമുക്ക് ഈ നോക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, നമുക്ക് ഗ്ലോബലി നമുക്ക് ഫേമസ് ആയിട്ടുള്ള ഇങ്ങനത്തെ റേറ്റിംഗ് ഏജൻസീസിനെ നമുക്കറിയാം. S&P ഗ്ലോബൽ അല്ലേ, ഫിച്ച്, മൂഡീസ്. ഫിച്ചിൻ്റെ റേറ്റിംഗ്സ്, മൂഡീസിൻ്റെ റേറ്റിംഗ്, S&Pയുടെ റേറ്റിംഗ്സ്, S&P ഡൗൺഗ്രേഡ് ചെയ്തു, അപ്ഗ്രേഡ് ചെയ്തു, AAA ആക്കി, BBB ആക്കി എന്നുള്ള ന്യൂസുകൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കേൾക്കുന്നു. അങ്ങനെയുള്ള ഒരു കമ്പനിയാണ് നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. അതിൻ്റെ പേരാണ് ക്രിസിൽ. ക്രിസിൽ എന്ന് പറയുന്നത് ക്രെഡിറ്റ് റേറ്റിംഗ് ഇൻഫർമേഷൻ സർവീസസ് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് എന്നുള്ളതാണ്. ഇത് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്ത ഗ്ലോബൽ കമ്പനിയായ S&P ഗ്ലോബൽ ആണ്. ശരിക്കും 1987 ക്രിസിൽ തുടങ്ങിയെങ്കിലും 2005 S&P ഗ്ലോബൽ ഇതിലൊരു മെജോറിറ്റി സ്റ്റേക്ക് എടുത്തു എന്നുള്ള. അപ്പോൾ ഇവിടെയുള്ള നിങ്ങൾ ഏത് വലിയ ലോൺ ആയാലും, മ്യൂച്വൽ ഫണ്ട് ആയാലും, ഒരു ബോണ്ട് ഇഷ്യൂ ആയാലും, ഗവൺമെൻറ് സ്കീം ആണെങ്കിലും അതിനകത്ത് ക്രിസിൽ റേറ്റിംഗ് എഴുതിയിരിക്കണം കാണാം എന്താണ് റേറ്റിംഗ് എന്നുള്ളത്. അപ്പോൾ ക്രിസിൽ 3 രീതിയിലാണ് പൈസ ഉണ്ടാക്കുന്നത്. ഒന്നെന്ന് പറയുന്നത് റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഏതാണ്ട് 30 തൊട്ട് 35% റവന്യൂ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന റേറ്റിംഗ് ആണ്. അത് അവർ എന്താ പറയുക, ഈ സ്മോൾ മീഡിയം ബിസിനസ്, അതായത് കമ്പനികൾ എന്താ പറയുക, ഇൻസ്ട്രുമെൻറ്റ്സ്, പല എന്താ പറയുക ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതെല്ലാം 10,000-40,000 ഒരുപാട് കമ്പനികളെ അവർ റേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് 30-35% റവന്യൂ എന്ന് പറഞ്ഞാൽ ഫീസ് അവർക്ക് അപ്പ് ഫ്രണ്ട് ആയിട്ട് കിട്ടുന്നുള്ള. രണ്ടാമത് അവർ ചെയ്യുന്ന കാര്യം അറിയോ, മറ്റുള്ള കമ്പനികൾക്ക് വേണ്ടിയിട്ട് റിസർച്ച് അനലിറ്റിക്സ് റിസ്ക് സൊല്യൂഷൻ ചെയ്തു കൊടുക്കും. എനിക്ക് തോന്നുന്നു അതാണ് അവരുടെ ടോപ്പ് മോസ്റ്റ് റവന്യൂ. 65%, 66% അതിൽ നിന്നാണ് അവർക്ക് റവന്യൂ കിട്ടുന്നത്. അതായത് അവർ മറ്റുള്ള കമ്പനിക്ക് ഡേറ്റ അനലിറ്റിക്സ് ചെയ്തു കൊടുക്കും, റിസ്ക് മാനേജ്മെൻറ്റ് ചെയ്തു കൊടുക്കും, പിന്നെ ഇൻഷുറൻസിനും അസറ്റ് മാനേജ്മെൻറ്റിനും ബാങ്കിനും ഒക്കെ വേണ്ടിയിട്ടാണ് ഇവർ കൂടുതലും ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ഇങ്ങനത്തെയാണ് ഇവരുടെ രണ്ടാമത്തെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ. മൂന്നാമത്തെ ഡിവിഷൻ എന്ന് പറഞ്ഞാൽ വലിയ റവന്യൂ ഒന്നും അതിനകത്ത് കിട്ടുന്നില്ല. അതായത് അഡ്വൈസറി ആൻഡ് ബെഞ്ച് മാർക്കിംഗ്. ഇപ്പോൾ ബെഞ്ച് മാർക്കിംഗ് എന്ന് പറഞ്ഞാൽ ഇവർ പല ഈ പറഞ്ഞ പോലെ മ്യൂച്വൽ ഫണ്ടുകൾക്കൊക്കെ നമ്മൾ അറിയാത്ത ചെറിയ എന്താ പറയുക, വളരെ ഫേമസ് അല്ലാത്ത ചെറിയ ഇൻഡെക്സ്, ഈ നിഫ്റ്റി 50 എന്നൊക്കെ പറയില്ലേ, അതേപോലെയൊക്കെയുള്ള ഒരു ചെറിയ ഇൻഡിസസ് ഒക്കെ അവർ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി. അത് മാത്രമല്ല ഈ ക്രിസിൽ സാധാരണ ഈ റെഗുലേറ്റേഴ്സിന്, അതായത് RBI, SEBI പോലത്തെ ആൾക്കാർക്ക്, ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ, പിന്നെ എന്തെങ്കിലും പോളിസി അല്ലെങ്കിൽ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഫിനാൻസിങ്ങിനൊക്കെ ഇവർ റെക്കമെൻഡേഷൻ കൊടുക്കാറുണ്ട്. അതിനും ഇവർക്കൊരു ഫ്രീ കിട്ടാറുണ്ട്. ഇപ്പോൾ ബ്രോഡ് ബേസ്ഡ് ആയിട്ട് 3 വെർട്ടിക്കലിൽ കൂടെയാണ് ഇവർക്ക് ഫീസ് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇവർക്ക് കോമ്പറ്റീഷനായിട്ട് കെയർ എന്ന് പറയുന്ന കമ്പനിയും ഇക്ര എന്ന് പറയുന്ന കമ്പനിയും ഇന്ത്യൻ മാർക്കറ്റിലുണ്ടെങ്കിലും ക്രിസിൽ വേറൊരു ലെവലാണ്. വലിയൊരു ബാരിയർ ഓഫ് എൻട്രി മോട്ടും അത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പെട്ടെന്ന് ആ സ്പേസ് എടുക്കാൻ ആർക്കും പറ്റില്ല. നിങ്ങൾ എന്ത് നോക്കുകയാണെങ്കിലും ക്രിസിൽ റേറ്റിംഗ് എന്നാണ് നിങ്ങൾ കാണുന്നത് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 4,777 രൂപയാണ്. ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ 39,934 ക്രോസാണ് ഇതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ്. ഇതിൻ്റെ FY25 റവന്യൂ നോക്കുകയാണെങ്കിൽ 3,200 കോടിയാണ് അവരുടെ റവന്യൂ എന്ന് പറയുന്നത്. നെറ്റ് പ്രോഫിറ്റ് 720 കോടിയാണ്. ഇതിൻ്റെ റിട്ടേൺ ഓൺ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ 30% പ്ലസ് ആണ്. 36 എന്നൊക്കെയാണ് ചില ഫിഗേഴ്സിൽ നമ്മൾ കാണുന്നത്. അത് മാത്രമല്ല ഇവർ ക്യാഷ് റിച്ച് കമ്പനിയാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ഇവരുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ഇവർ ഫോളോ ചെയ്യുന്നത് ഇന്ത്യൻ ഫിനാൻഷ്യൽ ഇയർ ഏപ്രിൽ മുതൽ മാർച്ച് 31 വരെയല്ല. അവരൊരു കലണ്ടർ ഇയർ, അതായത് ജാനുവരി മുതൽ ഡിസംബർ വരെയാണ് ഇവരൊരു ഫുൾ ഇയർ ആയിട്ട് ക്രിസിൽ പറയുന്നത്. അതെനിക്ക് തോന്നുന്നു ഈ S&P 500 സബ്സിഡറി ആണല്ലോ, അപ്പോൾ അവിടുത്തെ ഒരു രീതിയിലാണ് അത് രീതിയിൽ വർക്ക് ചെയ്യണമെന്നുള്ളത്. വളരെ എന്താ പറയുക, ബാരിയർ ഓഫ് എൻട്രി ഉള്ള ഹൈ ക്വാളിറ്റി ബിസിനസ്സാണ്. ബട്ട് കോസ്റ്റ്ലി വാല്യുവേഷൻസിലാണ് ട്രേഡ് ചെയ്യണമെന്നുള്ള. ബട്ട് ഈ കമ്പനി ഞാൻ എൻ്റെ 25 കൊല്ലം 30 കൊല്ലത്തിൽ 2005 മുതൽ ഇതിൻ്റെ ഒരു 20 കൊല്ലമായിട്ട് 30 കൊല്ലത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ശരിക്കും പറഞ്ഞാൽ ഏതാണ്ട് എപ്പോഴും കോസ്റ്റ്ലി ആയിട്ടാണ് ഇത് ട്രേഡ് ചെയ്തത്. നമ്മുടെ മരിച്ചുപോയ, നമ്മളെ വിട്ടുപോയ രാകേഷ് ടുൻജുൻവാലയുടെ വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ്സ് ക്രിസിൽ നിന്നും ടൈറ്റയിൽ നിന്നാണ് ഉണ്ടാക്കിയെന്നുള്ളത്. അപ്പോൾ ഈ ഒരു ബിസിനസ്സിനെ ഞാൻ പ്രേക്ഷകരുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നു. ഇതൊരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസോ ആയിട്ട് കണക്കാക്കരുത്. ഇതൊരു എന്താ പറയുക, നമ്മളൊരു അക്കാഡമിക് പർപ്പസിന് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു SEBI രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ റെക്കമെൻഡേഷനിൽ മാത്രം ചെയ്യുക. ഓവർ ടു വിഷ്ണു.
ഏതായാലും സാർ പറഞ്ഞ പോലെ നിക്ഷേപം നടത്തുമ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ കൂടി ശ്രദ്ധിക്കുക. മാർക്കറ്റിനെ സംബന്ധിച്ചോളം ഇന്നൊരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ് ഇപ്പോൾ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതോടെ നമ്മൾ ഈ ഒരു ഓപ്പണിംഗ് അവേഴ്സിൻ്റെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ കൂടുതൽ അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് അടുത്ത മണിക്കൂറിൽ ജോയിൻ ചെയ്യുന്നതായിരിക്കും. സ്റ്റേ ട്യൂൺഡ്.